ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺട്രോൾ സിസ്റ്റം ടോപ്പിക്സ് ആണ്. കൺട്രോൾ സിസ്റ്റം ടോപ്പിക്സിന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ റൂട്ട് ലോക്കസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റൂട്ട് ലോക്കസ് ഈസ് സോ ഇമ്പോർട്ടൻ്റ്. നമുക്കതിൻ്റെ കാര്യങ്ങൾ അതിൽ വരുന്ന ചെറിയ ചെറിയ പോയിൻറ്റ്സും എല്ലാതും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കണം. ചെറിയ പോയിൻറ്റ്സൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അപ്പോൾ അത് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്കത് ഫുള്ളായിട്ടുള്ള സ്ട്രക്ചർ അറിയണം. എന്നാൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ റൂട്ട് ലോക്കസിൻ്റെ ബേസിക് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അതിൻ്റെ റൂൾസ് ആണ്. ഓക്കെ, സോ റൂൾസ് ഓഫ് ഡ്രോയിങ് റൂട്ട് ലോക്കസ്. റൂട്ട് ലോക്കസ് ൻ്റെ ഫസ്റ്റ് റൂൾസ് നമ്മൾ പഠിക്കണം. ഓക്കെ, ദർ ആർ സം റൂൾസ്. അതിൽ ഫസ്റ്റ് വൺ, root locus is symmetrical about the real axis. റിയൽ ആക്സിസിന് റൂട്ട് ലോക്കസ് എന്താണ്? സിമെട്രിക്കൽ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഈ സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മിറർ ഇമേജുകളാണ് അല്ലേ? മിറർ ഇമേജസ് ആണ് ആക്ച്വലി. അപ്പോൾ ആ മിറർ ഇമേജസ് എന്ത് നമുക്ക് തരുന്നത് വെച്ചാൽ ക്ലോസ്ഡ് ലൂപ്പ് പോൾസ് ആണ് തരുന്നത്. ഓക്കെ, ആ ക്ലോസ്ഡ് ലൂപ്പ് പോൾസ് ആണ് തരിക. അതെന്താണ്? മിറർ ഇമേജുകളായിട്ടാണ്. അതായത് മുകളിൽ പറഞ്ഞാൽ താഴെ. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ഹാവിങ് ദ റിയൽ പാർട്ട് ഓഫ് എസ് ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് എസ് ആൻഡ് യു വിൽ ബി ഹാവിങ് സം പോൾസ്. ഓക്കെ, പോൾസൊക്കെ ഇങ്ങനെ വരുന്നു എന്നുള്ള കാര്യം നമുക്ക് പിന്നെ റെപ്രസെൻ്റ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് അനലൈസ് ചെയ്യുക. ഇഫ് യു ആർ ഹാവിങ് അങ്ങനെ ആരോ മാർക്കൊക്കെ എങ്ങനെയാണ് നമ്മളത് പുട്ട് ചെയ്യുക മുതലായ കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. ഓക്കെ, അപ്പം മിറർ ഇമേജ് ഇൻ ദ സെൻസ് നമ്മളിവിടെ നിന്ന് ഒരു റൂട്ട് ലോക്കസ് വരയ്ക്കുകയാണ്. ഓക്കെ, അങ്ങനെ റൂട്ട് ലോക്കസ് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പൂൾ ഉണ്ടാവും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ മിറർ ഇമേജ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ക്ലോസ് ലൂപ്പ് പോളുകളാണ് മിറർ ഇമേജ് ആയിട്ടുണ്ടാവും. അതായത് ഈ ക്രോസ് ലൂപ്പ് പോൾ ഇങ്ങനെയാണ് മിറർ ഇമേജ് ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനത്തെ പോളുകളായിരിക്കും? റിയൽ പോളായിരിക്കും അല്ലല്ലോ, ഇത് കോംപ്ലക്സ് പോളുകളല്ലേ, അതുകൊണ്ടല്ലേ ഇങ്ങനെ വരുന്നത്. അപ്പം ക്ലോസ് ലൂപ്പ് പോളുകൾ മിറർ ഇമേജ് ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം ദ കോംപ്ലക്സ് പോൾ എക്സിസ്റ്റ് ഇൻ കോൺജുഗേറ്റ് പെയേഴ്സ്. കോൺജുഗേറ്റ് പെയേഴ്സ് ആയിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്? എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് സിമ്പിൾ ഇതാണ്. നമുക്കത് വരുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെ മിറർ ഇമേജ് നിങ്ങൾ കാണും. ഓക്കെ, രണ്ടാമത്തെ ഒരു ടേം, ഈച്ച് ബ്രാഞ്ച് ഓഫ് റൂട്ട് ലോക്കസ്. ഞാൻ RL എന്ന് എഴുതിയാൽ ഇനി റൂട്ട് ലോക്കസ് ആണെന്ന് മനസ്സിലാക്കുക. ഈച്ച് ബ്രാഞ്ച് ഓഫ് റൂട്ട് ലോക്കസ് ഒറിജിനേറ്റ്സ് അറ്റ് ആൻ ഓപ്പൺ ലൂപ്പ് പോൾ. ഓക്കെ, ഓരോ ബ്രാഞ്ചും റൂട്ട് ലോക്കസിൻ്റെ ഓരോ ബ്രാഞ്ച് ഒരു ഓപ്പൺ ലൂപ്പ് പോളിൽ ഒറിജിനേറ്റ് ചെയ്യുന്നു ആൻഡ് ടെർമിനേറ്റ്സ് അറ്റ് ഓപ്പൺ ലൂപ്പ് 0 ഓർ ഇൻഫിനിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ടേമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് റൂളാണ് ആക്ച്വലി. അത് നിങ്ങളുടെ റൂട്ട് ലോക്കസിൻ്റെ ഓരോ ബ്രാഞ്ചും ഓപ്പൺ ലൂപ്പ് പോളിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് 0 അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിൽ പോയി എൻഡ് ചെയ്യുന്നു. പോള് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇൻറ്റു കൊണ്ടും 0 നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയും. ശരിയല്ലേ? അപ്പോൾ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എക്സാമ്പിൾ, g of s equal to k into s plus 2 divided by s plus 1 into s plus 3. ഇവിടെ എത്ര പോൾസ് ഉണ്ട്? ഇവിടെ ഒന്ന്, -1ഉം -3ഉം. പോൾസ് എങ്ങനെ കണ്ടുപിടിക്കുക? s plus 1 equal to 0 കൊടുത്താൽ s equal to -1 കിട്ടും. s plus 3 equal to 0 കൊടുത്താൽ s equal to -3 കിട്ടും. അപ്പോൾ ഇവിടെ രണ്ട് പോൾസ് -1ഉം -3ഉം. സോ നമ്പർ ഓഫ് പോൾസ് 2. ഇവിടെ എത്ര സീറോസ് ഉണ്ട്? മുകളിൽ ഒരു സീറോ. അതായത് s plus 2 equal to 0 കൊടുത്താൽ s equal to -2. അപ്പോൾ 0 എത്രയാണ്? 1. അപ്പോൾ 2 പോൾസും 1 സീറോവും. ഓക്കെ, ഇനി പറയുന്ന പോയിന്റ് ഇതാണ്. ഇഫ് നമ്മൾ ഈ തന്നിരിക്കുന്ന
അപ്പം നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പണ്ട് പറഞ്ഞു ഓർക്കുന്നുണ്ടോ, നിങ്ങളുടെ പോൾസും സീറോസും ഈക്വൽ ആവണം. ഈക്വൽ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം നിങ്ങളുടെ പോൾ മൈനസ് സീറോ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ ബാക്കി വരുന്ന സീറോ എവിടെ ലൈ ചെയ്യുന്നുണ്ടോ? ഇൻഫിനിറ്റിയിൽ ലൈ ചെയ്യുന്നു പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ശരിയല്ലേ? അതായത് ഇഫ് യുവർ പോൾ മൈനസ് സീറോ വാല്യൂ ഈസ് നോട്ട് ഈക്വൽ, ദെൻ സീറോ വാല്യൂ എവിടെ ലൈ ചെയ്യുന്നുണ്ടോ? ഇൻഫിനിറ്റി. സിമിലർലി സെഡ് മൈനസ് പി ഈക്വൽ അല്ലെങ്കിൽ പി മൈനസ് സെഡ് ഈക്വൽ അല്ലെങ്കിൽ ഓക്കെ, അത് രണ്ട് കണ്ടീഷൻ പഠിച്ചെന്ന് ഓർക്കുന്നില്ലേ? അതായത് പി ഗ്രേറ്റർ ദാൻ സെഡ് ആണെങ്കിലും പി ലെസ് ദാൻ സെഡ് ആണെങ്കിലും, അതായത് പി ഗ്രേറ്റർ ദാൻ സെഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പോൾസാണ് കൂടുതൽ, ആര് കുറവാണ്? സീറോസ് കുറവാണ്. അതായത് നിങ്ങൾക്ക് വരുന്ന റിമൈനിങ് സീറോകൾ എവിടെ ലൈ ചെയ്യുന്നുണ്ടാവും? ഇൻഫിനിറ്റിയിൽ. ശരിയല്ലേ? ഇനി പി ലെസ് ദാൻ സെഡ് ആണെങ്കിൽ എന്ത് കുറവാണ്? പോൾസ്. ആ റിമൈനിങ് പോൾസ് എവിടെ ലൈ ചെയ്യുന്നുണ്ടാവും? ഇൻഫിനിറ്റിയിൽ. ക്ലിയർ? അതേ കൺസെപ്റ്റാണ് ഇവിടെ എടുക്കുന്നത്. ഇവിടെയും നമ്മൾ പി മൈനസ് സെഡ് എടുക്കുന്നു. ഇവിടെ പി മൈനസ് സെഡ് എടുത്തിട്ട് നമ്മൾ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇഫ് യുവർ പി മൈനസ് സെഡ്, ഈ പി മൈനസ് സെഡിൽ ഇഫ് യുവർ പി ഈസ് ഗ്രേറ്റർ ദാൻ സെഡ്, ദെൻ നമ്പർ ഓഫ് ബ്രാഞ്ചസ് ടെർമിനേറ്റിംഗ്, നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞത് എത്രയോ വാല്യൂസ് ഉണ്ട്, ഇപ്പോൾ നമ്മൾ കൃത്യമായി പറയുന്നു എത്രയാണോ ബ്രാഞ്ച് ഉള്ളത് ആ ബ്രാഞ്ചസ് വിൽ ടെർമിനേറ്റ് അറ്റ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിലേക്ക് എന്ത് ചെയ്യുന്നു? അത് ടെർമിനേറ്റ് ചെയ്യുന്നു. ആ ഇൻഫിനിറ്റിയിലേക്ക് എത്രയാണ് ടെർമിനേറ്റ് ചെയ്യുന്നത്? ഇറ്റ് വിൽ ബി പി മൈനസ് സെഡ്. ശരിയല്ലേ? ഇനി അതേപോലെ ഇഫ് പി ലെസ് ദാൻ സെഡ് ആണെങ്കിലോ നമുക്ക് പറയാം നമ്പർ ഓഫ് ബ്രാഞ്ചസ്, ഇത് ടെർമിനേറ്റ് അല്ല ചെയ്യുക, ഒറിജിനേറ്റ് ആണ് ചെയ്യുക. ഒറിജിനേറ്റിംഗ് അറ്റ് ഇൻഫിനിറ്റി, ഇൻഫിനിറ്റിയിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന ബ്രാഞ്ചസ് വിൽ ബി സെഡ് മൈനസ് പി. ശരിയല്ലേ? കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓരോ ബ്രാഞ്ച് ഓഫ് റൂട്ട് ലോക്കസും പോളിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് എങ്ങോട്ടേക്ക് പോകണം? സീറോ അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ പോള് കൂടുതലാണെങ്കിൽ അത് ഇൻഫിനിറ്റിയിലേക്ക് ടെർമിനേറ്റ് ചെയ്യും. സീറോ കൂടുതലാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ആ ബ്രാഞ്ച് എന്ത് ചെയ്യും? ഒറിജിനേറ്റ് ചെയ്ത് എങ്ങോട്ടേക്ക് പോകും? ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നേരത്തെ കൺസെപ്റ്റ് പോലെ തന്നെ നമ്മൾ പോളും സീറോയും ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മീൻ ദേ ആർ നോട്ട് ഈക്വൽ, അവയിലുള്ള ഏതാണോ കുറവ്, അത് പോളായിക്കോട്ടെ സീറോ ആയിക്കോട്ടെ, അത് എവിടെ ലൈ ചെയ്യുന്നുണ്ടാവും? ഇൻഫിനിറ്റിയിൽ ലൈ ചെയ്യുന്നുണ്ടാവും. അതേ കൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓക്കെ, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഐ വിൽ ഡിസ്കസ്. ഇഫ് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ ഈക്വൽ ടു k into s plus 2 divided by s plus 1 into s plus 3, it is equal to g of s into h of s. Then നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെ എഴുതുക? 1 plus g of s into h of s equal to 0 അല്ലേ? അപ്പോൾ ഇത് 1 plus g of s into h of s ലേക്ക് നമ്മൾ മാറ്റണം. അപ്പോൾ h of ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മളിതിനെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് രണ്ട് തരത്തിൽ തന്നെ ചെയ്യാം. അതായത് നമ്മളിതിൻ്റെ ആദ്യം ഇതിൻ്റെ റൂട്ട്സ് കാണണം. ഓക്കെ, അപ്പോൾ റൂട്ട്സ് കാണണമെങ്കിൽ നമ്മൾ പോൾസും സീറോസും നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ സപ്പോസ് പോൾസ് ആണ് അല്ലെങ്കിൽ റൂട്ട്സ് ആണ് നമ്മൾ അനലൈസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എഴുതാം 1 പ്ലസ് ഈ ടേം അല്ലേ, 1 പ്ലസ് ഈ ടേം ആണ്. കാരണം ഇത് ജി ഓഫ് എസ് എച്ചിൻ്റെ എച്ച് ഓഫ് എസ് 1 പ്ലസ് കാണണം. 1 പ്ലസ് കാണുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് k ഇൻറ്റു എസ് പ്ലസ് 2 പ്ലസ് എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 3 ഈക്വൽ ടു 0 എന്നുള്ള ലെവലിലാണ് വരിക. ഓക്കെ, അപ്പം അതായത് നമ്മുടെ കെ സീറോയിലേക്ക് ടെൻഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അതായത് കെ സീറോയിലേക്ക് ടെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കിട്ടുന്ന ഈ പോളുകൾ ഏതൊക്കെയാണ്? എസ് ഈക്വൽ ടു -1 -3 ആണ് നമ്മളുടെ പോൾസ്.
അതായത് കെ സീറോയിലേക്ക് ടെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ കെ ടേമും ഈ മുകളിലെ ടേം വരുമ്പോഴേ അത് ക്ലോസ്ഡ് ലൂപ്പ് ആവുള്ളൂ. ശരിയല്ലേ? ഈ ടേം വരുന്നതുകൊണ്ടല്ല അത് ക്ലോസ്ഡ് ലൂപ്പ് ആവുന്നത്. ഇപ്പോൾ ഈ ടേം ഇല്ലയെന്ന് വിചാരിക്കും. ഇതെന്താണ് ഇത് നമുക്ക് ഓപ്പൺ ലൂപ്പ് അല്ലേ ഉണ്ടാവുക. അപ്പോൾ ഈ -3 കിട്ടുന്നത് എങ്ങനത്തെ പോൾസാണ്? ഓപ്പൺ ലൂപ്പ് പോൾസാണ് കിട്ടുന്നത്. ഓക്കെ, അതായത് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ആക്ച്വലി ഏതായിരിക്കും? ഓപ്പൺ ലൂപ്പ് പോൾസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ K ടെൻഡ്സ് ടു 0 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓപ്പൺ ലൂപ്പ് പോൾസ് ആണ് കിട്ടുക. അതായത് ഓപ്പൺ ലൂപ്പ് പോൾസ് തന്നെയാണ് ആക്ച്വലി ഏതിൻ്റെ പോൾസും. ക്ലോസ് ലൂപ്പ് പോൾസ് എടുത്താലും അത് തന്നെയാണ് കിട്ടുന്നത്. നോക്കിയാൽ മനസ്സിലാവും. ഓപ്പൺ ലൂപ്പ് ആയാലും ഇത് തന്നെ, ക്ലോസ് ലൂപ്പ് ആയാലും ഇത് തന്നെ. ക്ലിയർ? ഇനി ഇഫ് K ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ആണെന്ന് വിചാരിക്കും. ഇൻഫിനിറ്റി. അപ്പോൾ ഇൻഫിനിറ്റി ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ K കൊണ്ട് ഈ സാധനത്തിനെ ഡിവൈഡ് ചെയ്യുക, ഈ ടേമിനെ. ഇപ്പോൾ K കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബാക്കി എന്ത് വരും? S+2 പ്ലസ് S+1 ഇൻറ്റു S+3 ഡിവൈഡഡ് ബൈ K അല്ലേ? നമുക്ക് ഇതാണ് കാണേണ്ടത്, സീറോസ് ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് സീറോസ് ഇതിനകത്ത് കിട്ടും. അപ്പോൾ സീറോസ് കിട്ടുകയാണെങ്കിൽ K ഇൻഫിനിറ്റി. അപ്പോൾ ഇത് ഇൻഫിനിറ്റി ആകുമ്പോൾ ഈ മൊത്തം ടേം പോവും. അപ്പോൾ ബാക്കി എന്ത് വരുള്ളൂ? S = -2. ഇതാണ് നിങ്ങളുടെ എന്ത്? ദിസ് ഈസ് യുവർ 0. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ലൂപ്പ് 0 കിട്ടി. ഓക്കെ, അപ്പം നിങ്ങളുടെ ക്ലോസ് ലൂപ്പ് പോൾസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ഓപ്പൺ ലൂപ്പ് പോൾസിനും ഓപ്പൺ ലൂപ്പ് സീറോസിനും എന്താണ്? ഈക്വലാണ്. എങ്ങനെ വരുന്നത്? ആസ് K ടെൻഡ്സ് ടു 0 നിങ്ങളുടെ ക്ലോസ് ലൂപ്പ് പോൾസ് ഓപ്പൺ ലൂപ്പ് പോൾസിന് ഈക്വലാണ്. ആസ് K ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ക്ലോസ് ലൂപ്പ് പോൾസ് എന്തിന് ഈക്വലാണ്? ഓപ്പൺ ലൂപ്പ് സീറോസിന് ഈക്വലാണ്. ഓക്കെ, ഇനി നിങ്ങളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും ചിന്തിക്കേണ്ട. ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞത് ഒരു പോളിൽ നിന്ന് തുടങ്ങിയത് 0ലേക്ക് വരുന്നത് കാണിക്കാൻ വേണ്ടിയാണ്. കാരണം 0 ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നത് കാണിക്കാനാണ്. നിങ്ങൾ അതൊന്നും അനലൈസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നിങ്ങൾ ആകെ അറിയേണ്ട പോയിന്റ്, നിങ്ങളുടെ ഒരു ഓപ്പൺ ലൂപ്പ് പോള് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ഒരു പോള് ബ്രാഞ്ച് വരക്കുമ്പോൾ ഇറ്റ് സ്റ്റാർട്ട്സ് അറ്റ് ആൻ ഓപ്പൺ ലൂപ്പ് പോൾ ആൻഡ് എൻഡ്സ് അറ്റ് ആൻ ഓപ്പൺ ലൂപ്പ് 0. മനസ്സിലായി? അപ്പോൾ ക്ലോസ് ലൂപ്പ് പോളുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ലൂപ്പ് പോളും 0 ആണ് കിട്ടുന്നത് എന്ന് പറഞ്ഞതാണ്. അത് കിട്ടുന്നത് എന്തിനാണ്? ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്പൺ ലൂപ്പ് പോളിനും എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? ഓപ്പൺ ലൂപ്പ് 0ലാണ്. അതെവിടെ പറഞ്ഞത്? 0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി. ഓക്കെ, അതാണ് നിങ്ങളെ രണ്ടാമത്തെ റൂൾ. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. അപ്പോൾ ഡൗട്ട്സ് വരില്ല. ഓക്കെ, മൂന്നാമത്തെ റൂള്, the third rule says that for a point on real axis to be a part of a root locus, there must be odd number of poles and zeros to its right. ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടേം എന്ന് പറയുന്നത് പോയിൻ്റ് ഓൺ റിയൽ ആക്സിസ് ആണ്. ഓഡ് നമ്പർ ഓഫ് പോൾസ് ആണ് രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ഓക്കെ, അതായത് നിങ്ങളുടെ റൂട്ട് ലോക്കസിൽ ഒരു പോയിന്റ് നിങ്ങളുടെ റിയൽ ആക്സിസിൽ, ഇമാജിനറി ആക്സിസ് അല്ല, റിയൽ ആക്സിസിൽ റൂട്ട് ലോക്കസിൽ ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ദർ മസ്റ്റ് ബി ഓഡ് നമ്പർ ഓഫ് പോൾസ് ടു ദ റൈറ്റ്. ഓഡ് നമ്പർ ഓഫ് പോൾസ് അല്ലെങ്കിൽ സീറോസ് ടു ഇറ്റ്സ് റൈറ്റ്. അങ്ങനെ റൈറ്റിൽ നോക്കുമ്പോൾ നമുക്ക് പോൾസിൻ്റെ എണ്ണം ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് പറയാം ആ പോയിന്റിൽ ഉണ്ട് ഒരു റൂട്ട് ലോക്കസ് ലൈ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതാണ് അവിടെ പറയാനായിട്ട് ഉള്ളത്. അത് എങ്ങനെയൊക്കെയാണ് വരുന്നത് നമുക്കിപ്പോൾ നോക്കാം. നമ്മളിപ്പം സപ്പോസ് എടുക്കുകയാണെങ്കിൽ നമ്മളൊരു പോള് അല്ലെങ്കിൽ നമ്മളൊരു ആംഗിള്, ഇപ്പോൾ സപ്പോസ് ആംഗിൾ S+ ആണെന്ന് വിചാരിക്കും. ഈ ആംഗിൾ S+ എന്ന് പറഞ്ഞാൽ ആക്ച്വലി S മൈനസ് ഓഫ് -a അല്ലേ? ശരിയല്ല? അതായത് ദിസ് മീൻസ് ദാറ്റ് ദ ആംഗിൾ ഓഫ് S ഫ്രം -a.
അല്ല, ആംഗിൾ ഓഫ് എസ് എന്ന് ഇറ്റ് ഈസ് ദ ആംഗിൾ ഓഫ് എസ് ഫ്രം മൈനസ് എ. അതായത് ഈ റൂൾ ഡിറൈവ് ചെയ്യുന്ന ആക്ച്വലി നമ്മളൊരു ആംഗിൾ കണ്ടീഷൻ പഠിച്ചില്ലേ, ആ ആംഗിൾ കണ്ടീഷനിൽ നിന്നാണ് ഈ റൂൾ ആക്ച്വലി ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ സപ്പോസ് ഒരു ഇക്വേഷൻ തരാം. ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് ഈക്വൽ ടു കെ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 ആണെന്ന് വിചാരിക്കും. നമ്മൾ ആദ്യം പോളിനെയും സീറോനെയും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഏതൊക്കെ പോളുണ്ട്. എസ് സീറോയിലുണ്ട്, -1 -2 ഇത് -1 ആണ്, ഇത് -2 ആണ്, 0 ആണ്. ഓക്കെ, ഈ 3 പോൾസിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ്, സപ്പോസ് എൻ്റെ പോയിന്റ്, പുതിയ പോയിന്റ് S1 എന്നുള്ളൊരു പോയിൻ്റാണെന്ന് വിചാരിക്കും. ഈ പോയിന്റ് റൂട്ട് ലോക്കസിൽ ലൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ഞാൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ S1 എന്ന പോയിന്റ് എവിടെ ഉണ്ടാവുക? റിയൽ ആക്സിസിലാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് റൂട്ട് ലോക്കസിൽ ആണോ ഇല്ലയോ എന്നാണ് ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇഫ് സപ്പോസ് ഞാൻ ഇവിടെയാണ് S1 വെക്കുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, ഇവിടെ വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യുന്നു, അതായത് ഇവിടെ ഇതിൻ്റെ ഇടയിൽ എവിടെയോ പ്ലേസ് ചെയ്യുന്നു. ഈ പോയിന്റ് റൂട്ട് ലോക്കസിൽ ലൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ പ്ലേസ് ചെയ്ത പോയിന്റിൻ്റെ റൈറ്റിലേക്കുള്ള പോൾസ് ആൻഡ് സീറോസ് കൗണ്ട് ചെയ്യുക. ഇവിടെ വെച്ച സാധനത്തിൻ്റെ റൈറ്റിലേക്ക് നോക്കുക. റൈറ്റിലേക്ക് നോക്കുക വെച്ചാൽ ഇങ്ങോട്ട് നോക്കുക. ഇങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ പോൾസും സീറോസും ഉണ്ട്. എത്ര പോളാണ് ഉള്ളത്? ഒരൊറ്റ പോളേ ഉള്ളൂ. അപ്പോൾ S1 എന്ന പോയിന്റിൻ്റെ റൈറ്റിലേക്ക് നോക്കുമ്പോൾ ഒരു പോളിനെ കണ്ട് 0 ഒന്നുമില്ല. ഇത് ഓഡ് നമ്പർ അല്ലേ? ശരിയല്ലേ? അതാണ് നമ്മൾ റൂൾ പറയുന്നത്. ഫോർ എ പോയിന്റ് ഓൺ റിയൽ ആക്സിസ് ടു ബി എ പാർട്ട് ഓഫ് റൂട്ട് ലോക്കസ് ദർ മസ്റ്റ് ബി ഓഡ് നമ്പർ ഓഫ് പോൾസ് ആൻഡ് സീറോസ് ടു ഇറ്റ്സ് റൈറ്റ്. റൈറ്റിൽ ഓഡ് നമ്പർ ഓഫ് പോൾസോ സീറോസോ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം അതിൻ്റെ ഇടയിൽ അവിടെ ഒരു പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് എക്സിബിറ്റ് ചെയ്യും? റൂട്ട് ലോക്കസ് എക്സിബിറ്റ് ചെയ്യും. ക്ലിയർ? അതായത് there exist a root locus here. ഈ ഇവിടെ ഒരു റൂട്ട് ലോക്കസ് എക്സിറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാനിവിടെ പിങ്ക് കളറിൽ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഇവിടെ ഒരു റൂട്ട് ലോക്കസ് എക്സിറ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? ഇനി അടുത്തത് രണ്ടാമത്തെ കണ്ടീഷൻ, ഞാൻ ഇവിടെ അടുത്തൊരു പോൾ കൺസിഡർ ചെയ്യുന്നു, S2. അത് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യുന്നു, S2. അപ്പം ഇതാണല്ലോ നമ്മൾ ചെക്ക് ചെയ്യുന്ന ലൈന്. ഈ ലൈനല്ലേ? ഈ ലൈനിൻ്റെ ഇപ്പുറത്തേക്ക് ഹൗ മെനി പോൾസ് ആൻഡ് സീറോസ് ആർ ലൈൻ. S2ൻ്റെ റൈറ്റിലേക്ക് എത്ര പോൾസ് ആൻഡ് സീറോസ് ഉണ്ട്? സീറോസ് ഒന്നുമില്ല, പോൾസ് ഉണ്ട്. എത്ര? 1 2 പോൾസ് ഇല്ലേ? അതായത് അതെന്ത് നമ്പറാണ്? ഈവൺ നമ്പർ അല്ലേ? ഈവൺ നമ്പർ ആണെങ്കിൽ ആ റീജിയണിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഈ റീജിയണിൽ എന്ത് എക്സിബിറ്റ് ചെയ്യുന്നില്ല? റൂട്ട് ലോക്കസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഈ റീജിയണിൽ റൂട്ട് ലോക്കസ് എന്ത് ചെയ്യുന്നില്ല? എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ക്ലിയർ? ഇനി നിങ്ങൾ ഇവിടെ ഒരു പോയിന്റ് പ്ലേസ് ചെയ്യുന്നു, അത് S3 ആണെന്ന് വിചാരിക്കും. ആ S3 എടുത്തു. S3ന്ന് റൈറ്റിലേക്ക് നോക്കൂ. റൈറ്റിലേക്ക് നോക്കുമ്പോൾ എത്ര പോൾസ്? 1 2 3. S3ന്ന് റൈറ്റിലേക്ക് നോക്കുമ്പോൾ 3 പോൾസ്. അതായത് അതെന്ത് നമ്പറാണ്? ഓഡ് നമ്പറാണ്. അതായത് ഓഡ് നമ്പർ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് എക്സിസ്റ്റ് ചെയ്യും? എ റൂട്ട് ലോക്കസ് എക്സിസ്റ്റ്. ക്ലിയർ? റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? വരയ്ക്കാം. ഇവിടെ റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് നമ്മൾ റൂട്ട് ലോക്കസ് കാണുന്നത്. ഇതാണ് റൂൾ 3 പറയുന്നത്. ഇനി ഈ റൂട്ട് ലോക്കസിൻ്റെ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കാം. ആംഗിൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, ആംഗിൾ ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് ഈക്വൽ ടു, ഈ മൊത്തം ടേം മുകളിലേക്ക് പോവും, അപ്പം നെഗറ്റീവ് പവറാവും. അതുകൊണ്ട് ഇവിടെ മൈനസ് വേണം. ഓക്കെ, ഫസ്റ്റ് ടേം നമുക്ക് എഴുതാം. എന്താണ് വരിക?
ആംഗിൾ എസ് മൈനസ് 0. ഇതാണ് ഞാൻ നേരത്തെ ഇവിടെ എഴുതി വെച്ചത്. നിങ്ങളൊരു ആംഗിൾ ഇപ്പോൾ അടുത്തത് എഴുതുമ്പോൾ ക്ലിയർ ആവും. ഇപ്പോൾ എസ് എന്ന് പറഞ്ഞ ആംഗിൾ എന്താ, എസ് പ്ലസ് 0 എന്നല്ലേ. അതായത് നമുക്ക് എഴുതാം ആംഗിൾ ഓഫ് എസ് മൈനസ് 0 എന്ന് എഴുതാം. അത് 0ൻ്റെ കേസ് അവിടെ നിൽക്കട്ടെ. ഇഫ് ആംഗിൾ എസ് പ്ലസ് 2 എന്നാന്ന് വിചാരിക്കും, നമ്മളൊക്കെ എങ്ങനെ എഴുതാം, ആംഗിൾ എസ് മൈനസ് ഓഫ് -2. ശരിയല്ലേ. അപ്പോൾ ഇവിടെ എസ് പ്ലസ് 1 ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം, പ്ലസ് ആംഗിൾ ഓഫ് എസ് മൈനസ് ഓഫ് -1. ശരിയല്ലേ. പ്ലസ് അടുത്തത് ആംഗിൾ ഓഫ് എസ് മൈനസ് ഓഫ് -2 എന്നുള്ള ലെവലിൽ എഴുതണം. ക്ലിയർ അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ആംഗിൾ കണ്ടുപിടിക്കുന്നതിന് അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ആംഗിൾ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഒരു കാര്യം അറിയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു കാര്യം കൂടി ഇതിൽ പുതിയതായിട്ട് അറിയാനുണ്ട്. അതായത് ഇഫ് നിങ്ങളുടെ ലൈന് എന്ന് മീൻസ് നിങ്ങളുടെ ആ റൂട്ട് ലോക്കസ് വരയ്ക്കുന്ന ആ ലൈന്, ഓക്കെ, ആ ലൈനിലേക്ക് അല്ലെ, ഇപ്പോൾ ഏതൊരു ലൈനും ഇപ്പം നമ്മളുടെ റൂട്ട് ലോക്കസ് ലൈ ചെയ്യുന്ന എവിടെയാണെന്ന് നോക്കൂ. നിങ്ങൾ ഈ 3 പോയിന്റുകൾ പറഞ്ഞാൽ റൂട്ട് ലോക്കസ്, ഇഫ് സപ്പോസ് നമ്മൾ S1 ആണ് കൺസിഡർ ചെയ്യുന്നത്, S3 ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല, ഐ ആം ടേക്കിംഗ് ദിസ് S1. ഇതാണ് എൻ്റെ പോയിന്റ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്ന പോയിന്റ്. ഓക്കെ, ഈ S1 പോയിന്റിൽ നിന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ S1 പോയിന്റ് അല്ല, S1 ആണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഓക്കെ, S1 നമ്മൾ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡെസ്റ്റിനേഷനിൽ നിന്ന് ഇഫ് എനി ലൈൻ ഈസ് ഗോയിങ് ടു ലെഫ്റ്റ്, ഒരു പോയിന്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പറയാം അവിടെ ആംഗിൾ 180 ആണ്. ഇഫ് എനി ലൈൻ ഗോയിങ് ടു ദ റൈറ്റിലേക്കാണ് ഒരു ലൈന് പോകുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ആംഗിൾ 0 ആണ്. ഐ ക്യാൻ എക്സ്പ്ലെയിൻ. നിങ്ങൾക്ക് നോക്കുക, ഇഫ് സപ്പോസ് ഈ പോയിന്റാണ് കണ്ടത് അല്ലേ, ഇവിടെയാണ് നിങ്ങളുടെ റൂട്ട് ലോക്കസ് ഉള്ളത്, ശരിയല്ലേ, ഈ പോയിന്റിൽ. അപ്പോൾ അതായത് നിങ്ങളുടെ ആംഗിൾ എടുക്കുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് എടുക്കുക, ഇവിടെ നിന്ന് ഇങ്ങനെയല്ലേ എടുക്കുക ആംഗിൾ അല്ലേ. അതായത് നിങ്ങൾ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോകുന്നത്, അതായത് ഈ പോളിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. ഈ പോയിന്റിനെ കൺസിഡർ ചെയ്യണേ. ഈ പോയിന്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ പോളിൽ നിന്ന് ലെഫ്റ്റിലേക്കല്ലേ പോകുന്നത്, ശരിയല്ലേ. ഈ പോളിൽ നിന്ന് ലെഫ്റ്റിലേക്കല്ലേ പോകുന്നത്, S1ലേക്ക്. ലെഫ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ 180 ഡിഗ്രി എടുക്കണം. ഇനി നിങ്ങളുടെ പോളിൽ നിന്ന്, ഇതാണ് നിങ്ങളുടെ പോള്, ഈ പോളിൽ നിന്ന് നിങ്ങൾ ആ ഡെസ്റ്റിനേഷൻ പോയിന്റായ S1ലേക്ക് പോകുന്നു. S1ലേക്ക് ഈ പോള് പോവാന്ന് പറഞ്ഞാൽ റൈറ്റിലേക്കല്ലേ പോകുന്നത്. അങ്ങനെ റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ ആംഗിൾ 0 എടുക്കണം. ഇനി ഇവിടെ ഒരു പോളുണ്ട്, ആ പോളിൽ നിന്ന് നിങ്ങൾ ഡെസ്റ്റിനേഷൻ പോയിന്റായ S1ലേക്ക് പോകുന്നു. S1ലേക്ക് പോവുകയാണെങ്കിൽ റൈറ്റിലേക്കല്ലേ പോകേണ്ടത്. ആ റൈറ്റിലേക്ക് പോകുമ്പോൾ ആംഗിൾ എത്ര എടുക്കണം, 0 എടുക്കണം. അതാണ് പറഞ്ഞു വരുന്ന പോയിന്റ്. ക്ലിയർ. അപ്പോൾ ഇവിടെ ആംഗിൾ 0 എന്ന് നിങ്ങൾ എഴുതുന്നതിന് മനസ്സിലാക്കുക, നിങ്ങൾ 0 എന്ന് പറയുന്ന ഈ ടേമിൻ്റെ ആംഗിൾ എത്രയായിരിക്കും? ഈ ടേമിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോകുന്നത് അല്ല, ഈ പോൾ ഈ ഡെസ്റ്റിനേഷനെ മുട്ടാൻ വേണ്ടി ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ആംഗിൾ എത്രയാണ് എടുക്കേണ്ടത്? 180 പ്ലസ് -1 എന്നുള്ള ആംഗിൾ. അതാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, അതാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, അതായത് മീനിങ് ഈസ് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, മീൻസ് ആംഗിൾ ഓഫ് എസ് ഫ്രം -A. ഓക്കെ, -A എന്നുള്ള ആംഗിളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആംഗിൾ അതിലേക്ക് അപ്രോച്ച് ചെയ്യണം നമ്മൾ. ഓക്കെ, ആ പോയിന്റിലേക്ക്. അപ്പോൾ അടുത്തത് -1 എന്നുള്ള ടേം എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഈ S1 ടേമിന് റൈറ്റിലേക്കാണ്. റൈറ്റിലേക്ക് പോകുമ്പോൾ 0 ഡിഗ്രി പ്ലസ് S2 കഴിഞ്ഞു. S3 നോക്കുമ്പോൾ -2 എങ്ങോട്ടേക്ക് പോകണം? റൈറ്റിലേക്ക് പോകണം. സോ ആംഗിൾ 0. സോ ഉത്തരം വിൽ ബി -180 ഡിഗ്രി. -180 എന്ന് പറഞ്ഞാൽ ഇത് എന്താണ്? ഇതൊരു ഓഡ് മൾട്ടിപ്പിൾ അല്ലേ, നെഗറ്റീവ് ആണെന്ന് കൺസിഡർ ചെയ്യേണ്ട. നിങ്ങൾ ആ 180ൻ്റെ ഓഡ് മൾട്ടിപ്പിൾ ആണെന്ന് നോക്കിയാൽ മതി. ഓഡ് മൾട്ടിപ്പിൾ അല്ലേ, 1 × 180 അല്ലേ 180. അപ്പോൾ ഓഡ് മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഓഡ് മൾട്ടിപ്പിൾ ആകുമ്പോൾ ഓഡ് മൾട്ടിപ്പിളിൽ എന്ത് ലൈ ചെയ്യും? റൂട്ട് ലോക്കസ് വിൽ ലൈ. ശരിയല്ലേ, അതല്ലേ ആംഗിൾ കണ്ടീഷൻ പറയുന്നത്. ഓക്കെ, അപ്പം റൂട്ട് ലോക്കസ് ഉണ്ടാവണമെങ്കിൽ നമ്മളുടെ ആംഗിൾ എന്താണ്? ഒരു ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 180 ആവണം.
ഇത്തരത്തിലാണ് നമ്മൾ ഇതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കുന്നത്. വെദർ അവിടെ ഒരു റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യുമോ എന്ന് കണ്ടുപിടിക്കുന്നത്. റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്താൽ എന്തൊക്കെ ചെയ്യണമെന്ന് പറയാം. ബട്ട് അവിടെ ഒരു റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യുമോ എന്ന് കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെയാണ്. നമ്മൾ ആംഗിൾ നോക്കിയിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ പോളിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ 180, പോളിൽ നിന്ന് ആ പോയിന്റിൻ്റെ റൈറ്റിലേക്ക് പോകുമ്പോൾ എത്രയാണ്? 0 ആണ് എടുക്കേണ്ടത്. അതാണ് കൺസെപ്റ്റിൽ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ എടുക്കാം. g of s h of s equal to k into s plus 1 divided by s into s plus 3. ശരിയാണല്ലോ? ഇനി എങ്ങനെയാണ് ആരോ മാർക്ക് ഇടുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആംഗിൾ കണ്ടീഷൻ പഠിക്കുന്നതൊന്ന് ക്ലിയർ ചെയ്യാം, എന്നിട്ട് നമുക്ക് അത് നോക്കാം. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണുള്ളത്? s ഈക്വൾ ടു 0 ഒരു പോളുണ്ട്, പിന്നെ s ഈക്വൾ ടു -1 ഒരു 0 ഉണ്ട്, പിന്നെ എന്തൊക്കെയുള്ളത്? ഇവിടെ s ഈക്വൾ ടു -3 അഗെയിൻ ഒരു പോളുണ്ട്. ശരിയല്ല? അപ്പം s ഈക്വൾ ടു -1 ഒരു 0, s ഈക്വൾ ടു 0 ഒരു പോള്, s ഈക്വൾ ടു -3 ഒരു പോള്. ഓക്കെ, ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെയും നമ്മൾ ഇതേ കാര്യം തന്നെ പറയാം. നമുക്ക് എവിടെയാണ് റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യുക എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു S1 കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, S1 കൺസിഡർ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു പോയിന്റ് തരാം. നമ്മളത് ജനറലി പറയണം. ഞാനിപ്പോൾ ഒരു പോയിന്റ് ഞാൻ തരുവാണ്, ഒരു S1 പോയിന്റ് ഞാൻ തരാം. ഓക്കെ, ഈ S1 പോയിന്റ് ഇവിടെയാണെന്ന് പറയുന്നു. S1 പോയിന്റ് എവിടെയാണെന്ന് പറഞ്ഞാൽ ഇവിടെയാണെന്ന് പറയുന്നു. ഇത് റൂട്ട് ലോക്കസിൽ ലൈ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു ലൈൻ വരക്കുക, ഇതിൻ്റെ റൈറ്റിലേക്ക് നോക്കുക. നോക്കുമ്പോൾ എന്താ ഇവിടെ നമ്പർ 2 എന്ന് പറയുന്ന ഈവൺ നമ്പറാണ്. അപ്പോൾ ഈ പോയിന്റിൽ എന്തില്ല? ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് റൂട്ട് ലോക്കസ്. ഉറപ്പിച്ച് പറയാം, ഒരു സംശയവും വേണ്ട. ഓക്കെ, അപ്പം അത് റൂട്ട് ലോക്കസിൽ ലൈ ചെയ്യുന്നില്ല. ഇനി ആംഗിൾ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ മനസ്സിലായില്ല? അങ്ങനെയാണ് നമ്മൾ റൂട്ട് ലോക്കസ് ആണ്. ആംഗിൾ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ആംഗിൾ S+1, അതായത് മുകളിലുള്ള ആംഗിൾ നമ്മൾ അങ്ങനെ തന്നെ എടുക്കും, മൈനസ് ആംഗിൾ എസ് മൈനസ് ആംഗിൾ S+3. നമ്മൾ താഴെയുള്ളതിന് മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് ആവും, S+3 മുകളിലേക്ക് പോകുമ്പോൾ മൈനസ് ആവും. ഓക്കെ, അപ്പോൾ ആംഗിൾ S+1 മൈനസ് ആംഗിൾ എസ് മൈനസ് ആംഗിൾ S+3. S+1ൻ്റെ ആദ്യം S+1 എടുക്കുക. S+1ൻ്റെ ആംഗിൾ എത്രയാണെന്ന് പറയൂ? S+1 എന്ന് പറയുന്നത് ഇതാണ്, ശരിയല്ലേ? അതായത് ഈ പോയിന്റിലേക്ക് ഈ ടേം വരണം, അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അതായത് ഈ പോയിന്റിലേക്ക് ഈ 0, അതായത് ഇവിടെ നിന്ന്, ഇതാണ് നിങ്ങളുടെ പോയിന്റ്, ഈ പോയിന്റിൽ നിന്ന് ഇതിലേക്ക് വരണം. അതായത് എങ്ങോട്ടേക്കാണ് വരുന്നത്? ലെഫ്റ്റിലേക്കാണ് വരുന്നത്. അതായത് ആംഗിൾ എത്രയാണ്? ലെഫ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു ആംഗിൾ എത്ര എടുക്കണം? 180 ഡിഗ്രീസ്. ഇനി അടുത്തത് ആംഗിൾ എസ്, ഇതല്ല വേണ്ട. അപ്പോൾ ഈ സാധനം എങ്ങോട്ടേക്ക് പോകണം? S1ലേക്ക് അടുപ്പിക്കണമെങ്കിൽ ലെഫ്റ്റിലേക്ക് പോകണം. എഗെയിൻ ആംഗിൾ വിൽ ബി 180 ഡിഗ്രീസ്. ശരിയല്ലേ? ഇനി ഈ പോളിൽ നിന്ന് ഈ എസിലേക്ക് പോകണം, അതായത് ഇങ്ങോട്ടേക്ക് പോകണം, അതായത് റൈറ്റിലേക്ക് പോകണം. അപ്പോൾ ആംഗിൾ ഈസ് 0 ഡിഗ്രീസ്. അപ്പോൾ നിങ്ങൾ ആംഗിൾ മാത്രം എഴുതുകയാണെങ്കിൽ 180 മൈനസ് 180 മൈനസ് 0, ആൻസർ വിൽ ബി അഗെയിൻ 0 ഡിഗ്രീസ്. 0 ഡിഗ്രി എന്ന് പറയാം, അല്ലെങ്കിൽ 360 ഡിഗ്രി എന്ന് പറയാം. അപ്പം 0 എന്ന് പറയുന്ന ഒരു നമുക്ക് ഇതിവിടെ ഒരു ഈവൻ മൾട്ടിപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യാം. കാരണം ഇതല്ലെങ്കിൽ 360 എന്ന് പറയാം. അതായത് 360 എന്ന് പറഞ്ഞാൽ എത്രയാ? 2 × 180 അല്ലേ? അതല്ലേ 360. അപ്പം ഇവിടെ നമുക്ക് 360 എന്ന് പറയാം. അതായത് ഇത് എന്ത് മൾട്ടിപ്പിളാണ്? ഇതൊരു ഈവൻ മൾട്ടിപ്പിളാണ്. അപ്പോൾ ഈവൻ മൾട്ടിപ്പിൾ ആകുമ്പോൾ റൂട്ട് ലോക്കസ് ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ S1 ഡസ് നോട്ട് ലൈ ഓൺ റൂട്ട് ലോക്കസ്. S1 റൂട്ട് ലോക്കസിൽ ലൈ ചെയ്യുന്നില്ല. നമ്മൾ ആംഗിൾ വെച്ചും പ്രൂവ് ചെയ്തു, ഈ മാഗ്നിറ്റ്യൂഡ് വെച്ചും പ്രൂവ് ചെയ്തു. ക്ലിയർ ആയില്ലേ? ഇങ്ങനെയാണ് നമ്മളതിനെ കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി നമ്മൾ ആ ബ്രാഞ്ചുകൾ എങ്ങനെ വരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യുക. g of s into h of s equal to k into s plus 2 into s plus 6 divided by
s into s plus 4 into s plus 8 പ്ലോട്ട് ദ റൂട്ട് ലോക്കസ് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ സിഗ്മ ജെ ഒമേഗ തന്നിരിക്കുന്ന പോൾസ് അടയാളപ്പെടുത്തുക. എവിടെയൊക്കെയുള്ള 0-ൽ പോള്, പിന്നെ -2-ൽ ഇത് 0 -2 -2-ൽ പോളാണോ? അല്ല, സീറോസ് അല്ലേ, മുകളിലല്ലേ ഉള്ളത്, അപ്പോൾ സീറോസ് അല്ലേ. സീറോ, പിന്നെ -4-ൽ പോളാണ്, അപ്പോൾ -4, പിന്നെ -6-ൽ 0 ആണ്, അപ്പോൾ -6 ആൻഡ് -8-ൽ പോളാണ്. ക്ലിയർ? ഇത്തരത്തിലാണ് നമ്മളുടെ ലൈൻ ഉള്ളത്, അല്ലെങ്കിൽ നമ്മുടെ പോൾസും സീറോസും റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇവർ വെറുതെ റൂട്ട് ലോക്കസ് പ്ലോട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, വേറെ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. എവിടെ ലൈൻ ചെയ്യുന്നു, പോയിൻ്റ് എവിടെ എടുക്കണം എന്നൊന്നും അത് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഓരോ പോയിന്റുകൾ നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത്, നമുക്കിവിടെ എത്ര പോൾസ് ഉണ്ടെന്ന് എഴുതാം. പോൾസ് എത്ര ഉണ്ട്? 3. സീറോസ് എത്രയുണ്ട്? 2. അതായത് റിമൈനിങ് 1 ഉണ്ട്, അതായത് p - z എന്ന് പറഞ്ഞാൽ 1 ഉണ്ട്. ആ 1 ബ്രാഞ്ച് വിൽ ടെർമിനേറ്റ് അറ്റ് ഇൻഫിനിറ്റി. ശരിയല്ലേ? ഏത് ബ്രാഞ്ചാണത്? അതായത് ഇതേത് കണ്ടീഷൻ, ഇഫ് p is greater than z then one branch will terminate at infinity. If p is less than z then one branch will originate at infinity. Okay, less than z ആണെങ്കിൽ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുക, ഇത് ടെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അത് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഈ റൂട്ട് ലോക്കസിലെ പോയിന്റ്സ് കൺസിഡർ ചെയ്യാം. ഞാനിപ്പോൾ സപ്പോസ് ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. ഇവിടെ റൂട്ട് ലോക്കസ് ഉണ്ടോ? ഇല്ല. റൈറ്റിലേക്ക് ഒന്നുമില്ല, അവിടെ നോ റൂട്ട് ലോക്കസ്. ശരിയല്ലേ? ഇനി ഇവിടെ കൺസിഡർ ചെയ്യുന്നു, ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു, ഈ സ്ഥലത്ത്. ഇനി പോയിന്റ് കൺസിഡർ ചെയ്യുന്നു ഇവിടെ നിന്ന് എഴുതാം കേട്ടോ, ഇവിടെ ഇങ്ങനെ ആരോ മാർക്ക് ഇടാം. ഇവിടെ ഞാൻ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു, അത് ഈ ഏത് സ്ഥലത്ത് പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. ഇവിടെ റൂട്ട് ലോക്കസ് ഉണ്ടോ? ഉണ്ട്. ഇവിടെ ഒരു റൂട്ട് ലോക്കസ് എക്സിബിറ്റ് ചെയ്യും. ഇവിടെ ഈ പോയിന്റിൽ റൂട്ട് ലോക്കസ് ഉണ്ടോ? ഇല്ല. ഇവിടെ കാരണം ഇവിടെ 2 എണ്ണം ഉണ്ട്, അപ്പോൾ നോ റൂട്ട് ലോക്കസ്. ഇനി അടുത്തത് ഇവിടെ ഈ പോയിന്റിൽ 3 എണ്ണം ഉണ്ട്, സോ റൂട്ട് ലോക്കസ് എക്സിസ്റ്റ്. ഇവിടെ ഇപ്പുറത്ത് നോക്കുമ്പോൾ 4 എണ്ണം ഉണ്ട്, നോ റൂട്ട് ലോക്കസ്. ഇവിടെ നോക്കുമ്പോൾ 1 2 3 4 5 എണ്ണം ഉണ്ട്, സോ റൂട്ട് ലോക്കസ് എക്സിസ്റ്റ്. അപ്പോൾ റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യുന്ന എവിടെയൊക്കെയാണ്? ഇവിടെ 3 സ്ഥലത്ത് റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യുന്നത് മനസ്സിലായി, ശരിയല്ലേ? അപ്പോൾ റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യുന്ന പോയിന്റുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇവിടെ റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? ഞാൻ ജസ്റ്റ് ഒന്ന് ഡാർക്കൻ ചെയ്ത് വരച്ചിരിക്കുകയാണ്. ഇനി അവിടെ എവിടെ നിന്ന് എങ്ങോട്ടേക്ക് നിങ്ങളെ ബ്രാഞ്ചസ് മാർക്ക് ചെയ്യാം. ബ്രാഞ്ചസ് എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ് മാർക്ക് ചെയ്തത്? എങ്ങനെ ആരോ മാർക്കുകൾ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്തത്, ശരിയല്ലേ? അപ്പോൾ ആരോ മാർക്കുകൾ എങ്ങോട്ടൊക്കെ പോവാം എന്നാണ് നോക്കുന്നത്. ആരോ മാർക്ക് പോകേണ്ട റൂളാണ് നമ്മൾ രണ്ടാമത്തെ റൂളായിട്ട് എഴുതുന്നത്. എന്താണ്? ദ ബ്രാഞ്ചസ് വിൽ ഓൾവേസ് ടെർമിനേറ്റ് ഫ്രം പോൾ ഓൾവേസ് ടെർമിനേറ്റ് ഫ്രം പോൾ ആൻഡ് എൻ്റർ ഇൻ ടു എ 0 or ഇൻഫിനിറ്റി. ക്ലിയർ? അപ്പം പോളിൽ നിന്ന് എന്ത് ചെയ്യും? ലീവ് ചെയ്യും, എന്നിട്ട് എവിടെ എൻ്റർ ചെയ്യും? 0ലേക്ക് എൻ്റർ ചെയ്യും. ഓക്കെ, അപ്പോൾ പോളിൽ നിന്ന് എൻ്റർ ചെയ്യണം, പോളിൽ നിന്ന് ലീവ് ചെയ്യണം. അത് വേണമെങ്കിൽ എഴുതാം, ലീവ് ഫ്രം പോൾ ആൻഡ് എൻ്റർ അറ്റ് 0. പോളിൽ നിന്ന് ലീവ് ചെയ്ത് 0ലേക്ക് എൻ്റർ ചെയ്യണം. അപ്പോൾ പോളിൽ നിന്ന് ലീവ് ചെയ്യുക, അതായത് ഈ പോയിന്റിൽ നിന്ന് ലീവ് ചെയ്യും. പോയിന്റ് ലീവ് ചെയ്യുക വെച്ചാൽ ഇങ്ങോട്ടേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ആരോ മാർക്കുകൾ റെപ്രസെൻ്റ് ചെയ്യാം, 0ലേക്ക് എൻ്റർ ചെയ്യും. കഴിഞ്ഞു. സിമിലർലി ഇവിടെയും പോളും 0 ഉണ്ട്, പോളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ലീവ് ചെയ്യുന്നു, 0ലേക്ക് എൻ്റർ ചെയ്യുന്നു. ഇവിടെയോ? ഇവിടെ പോളുണ്ട്, പോളിൽ നിന്ന് ലീവ് ചെയ്യുക. പക്ഷേ പോളിൽ നിന്ന് ലീവ് ചെയ്ത് 0ലേക്ക് എൻ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടെ 0 ഇല്ല, 0 വേണ്ടാന്നേ. അവിടെ ഇൻഫിനിറ്റി, ഇതിങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോവല്ലേ, ഇതിങ്ങനെ പോയി ഇൻഫിനിറ്റിയിലേക്ക് പോവല്ലേ. അതായത് നിങ്ങൾ നോക്കൂ, ഇവിടെ p - z 1 ആണ്. എന്നിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്താണ്? ഇവിടെ ഒരു ബ്രാഞ്ച് എവിടെ ടെർമിനേറ്റ് ചെയ്യുന്നുണ്ട്? ഇൻഫിനിറ്റിയിൽ ടെർമിനേറ്റ് ചെയ്യുന്നെന്ന് പറയുന്നില്ലേ, ആ ബ്രാഞ്ചാണിത്. മനസ്സിലായി? ഇപ്പം മനസ്സിലായി ഇതിൻ്റെ അർത്ഥം. p - z = 1 എന്ന് പറയുമ്പോൾ ഒരു ബ്രാഞ്ച് ഇൻഫിനിറ്റിയിലേക്ക് ടെർമിനേറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ബ്രാഞ്ച് ഇൻഫിനിറ്റിയിൽ എവിടെയോ നമുക്ക് അവിടെ കിടക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും? അത് പോവും. ക്ലിയർ? അപ്പോൾ
ഐദർ അപ്പോൾ നമുക്ക് പോളിൻ്റെ ഇതെങ്ങനെ കൺസെപ്റ്റ് എങ്ങനെ ബ്രാഞ്ച് വരക്കുന്നത്, പോളിൽ നിന്ന് ലീവ് ചെയ്ത് സീറോയിലേക്ക് എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ പോളിൽ നിന്ന് പോളിൽ നിന്ന് ലീവ് ചെയ്ത് ഇൻഫിനിറ്റിയിലേക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ തരത്തിൽ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇങ്ങനെ ഇത് പോകുന്നുണ്ടാവും. ക്ലിയർ? അപ്പോൾ നമുക്ക് എത്ര ബ്രാഞ്ചുകൾ കിട്ടി? മൊത്തം 3 ബ്രാഞ്ചുകൾ കിട്ടി. ഈ എല്ലാ പോളും സീറോവും സാറ്റിസ്ഫൈഡ് ആയി. ക്ലിയർ? അപ്പോൾ റൂട്ട് ലോക്കസ് വിൽ ബി ഓൾവേസ് ഡയറക്റ്റഡ് ഫ്രം എ പോൾ ടു എ സീറോ. ഇതാണ് നമ്മുടെ റൂട്ട് ലോക്കസ് ഡയഗ്രാം. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് നമ്മൾ റൂട്ട് ലോക്കസ് ഡയഗ്രാം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ആദ്യത്തെ 3 റൂള് കൊണ്ട് പഠിക്കുന്ന ഇമ്പോർട്ടൻ്റ് പോയിന്റുകൾ. അപ്പോൾ ബ്രാഞ്ച് വരക്കേണ്ട ആരോ മാർക്ക് റെപ്രസെൻ്റ് ചെയ്ത് പഠിച്ചു, ആംഗിൾ റെപ്രസെൻ്റ് ചെയ്ത് പഠിച്ചു, റൂട്ട് ലോക്കസിൽ ഒരു പോള് ലൈ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു പോയിന്റ് ലൈ ചെയ്യുന്നുണ്ടോ എന്നും പഠിച്ചു. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് 4ാമത്തെ റൂള്. In a root locus P minus Z branches, root locus P minus Z branches terminate at എവിടെ ഇൻഫിനിറ്റിയിലേക്ക് ടെർമിനേറ്റ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു അല്ലേ. പി മൈനസ് സെഡ് ബ്രാഞ്ചിൽ വാല്യൂസ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് ടെർമിനേറ്റ് ചെയ്യുള്ളൂ, ഇൻഫിനിറ്റിയിലേക്ക് ടെർമിനേറ്റ് ചെയ്യുന്നു പറഞ്ഞു. ഈ ഇൻഫിനിറ്റിയിൽ ടെർമിനേറ്റ് ചെയ്യുന്ന സാധനത്തിന് ഒരു പേരിട്ട് വിളിക്കും, അതായത് will terminate at infinity and they approach infinity along the asymptotes. അപ്പോൾ ഇങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന ലൈന് അസിംപ്ടോട്ട്സിലാണ് എന്ത് ചെയ്യുന്നത് പോകുന്നത്. അപ്പോൾ അസിംപ്ടോട്ട്സ് എവിടെയെന്ന് വെച്ചാൽ ഇൻഫിനിറ്റിയിൽ പോകുന്ന ലൈനാണ്. ഓക്കെ, അപ്പോൾ along the asymptotes whose angle is given by angle ഓർക്കുക theta equal to 2n plus 1 into pi divided by p minus z, where n equal to 0, 1, 2, ഇങ്ങനെ p minus z minus 1. ഈ ആംഗിൾ ഓർത്ത് വയ്ക്കുക, 2n plus 1 into pi divided by p minus z. ഈ ആംഗിളിനാണ് നമ്മൾ പറയുന്നത് ആംഗിൾ ഓഫ് അസിംപ്ടോട്ട്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. ആംഗിൾ ഓഫ് അസിംപ്ടോട്ട് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന ബ്രാഞ്ചിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് അസിംപ്ടോട്ട് എന്ന് പറയുന്നത്. അത് ആ പി മൈനസ് സെഡ് ബ്രാഞ്ചിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ലീവ് ചെയ്യുന്നു. അത് കാണും, എങ്ങനെയാണ് ലീവ് ചെയ്യുന്നത് കാണും. അവിടെ ഉണ്ടാകുന്ന ആംഗിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് കേസ് എടുക്കാം. അതായത് ഇഫ് സപ്പോസ് നിങ്ങളുടെ പി മൈനസ് സെഡ് 1 ആണെന്ന് വിചാരിക്കും. പി മൈനസ് സെഡ് 1 ആവുമ്പം എത്ര ആംഗിൾ ഉണ്ടാവും? ഒരു ആംഗിൾ. അപ്പോൾ തീറ്റ 1 ഈക്വൽ ടു 2 ഇൻറ്റു ഈ എൻ ആണ് ഇത്. ഓക്കെ, എൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ വാല്യൂ എത്രയാണ്? എന്നിൻ്റെ ആദ്യത്തെ വാല്യൂ എത്രയാണ്? 0. അപ്പോൾ 0 പ്ലസ് 1 ഡിവൈഡഡ് ബൈ പി മൈനസ് സെഡ്. പി മൈനസ് സെഡ് എന്ന് വെച്ചാൽ 1 ഇൻറ്റു പൈ എന്ന് പറയുമ്പോൾ 180. സോ ഇക്വേഷൻ വിൽ ബി ആൻസർ വിൽ ബി 180. ക്ലിയർ? ഇനി രണ്ടാമത്തെ കേസ് പി മൈനസ് സെഡ് ഈക്വൽ ടു 2 ആണെങ്കിലോ, രണ്ട് ആംഗിൾ തീറ്റ 1 തീറ്റ 2. തീറ്റ 1 ഈക്വൽ ടു 2 ഇൻറ്റു 0 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2, കാരണം പി മൈനസ് സെഡ് 2 ആണ്, ഇൻറ്റു 180. ആൻസർ വിൽ ബി 90. ദെൻ തീറ്റ 2 ഇൻറ്റു 1 എൻ ഈക്വൽ ടു 1 എടുക്കണ്ട അടുത്ത കേസിൽ. 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 180. സോ ഇക്വേഷൻ വിൽ ബി 2 പ്ലസ് 1 3/2 ഇൻറ്റു 180. യുവർ ആൻസർ വിൽ ബി 3/2 ഇൻറ്റു 180 എന്ന് പറയുമ്പോൾ 90 ഇൻറ്റു 3 അല്ലേ, അപ്പോൾ 270 ഡിഗ്രീസ്. ഓക്കെ, ഇനി കേസ് 3 എന്താ പറയുക? പി മൈനസ് സെഡ് ഈക്വൽ ടു 3, അതായത് 3 ആംഗിൾ തീറ്റ 1 ഈക്വൽ ടു 2 ഇൻറ്റു 0 പ്ലസ് 1/2. 2 അല്ല, സോറി, ഇവിടെ 3 അല്ലേ, 3 ഇൻറ്റു 180. യുവർ ആൻസർ വിൽ ബി 60. ആൻഡ് തീറ്റ 2 ഈക്വൽ ടു 2 ഇൻറ്റു 1 പ്ലസ് 1/3 ഇൻറ്റു 180. യുവർ ആൻസർ വിൽ ബി 180 ഡിഗ്രീസ്, കാരണം 2 പ്ലസ് 1 3 വരും. ദെൻ തീറ്റ 3 ഈക്വൽ ടു 2 ഇൻറ്റു 2 പ്ലസ് 1/3, അതായത് 4 പ്ലസ് 1 5/3 ഇൻറ്റു 60 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 300 വിൽ ബി ദ ആംഗിൾ. ക്ലിയർ? ഇങ്ങനെ 3 ആംഗിളുകൾ നമുക്ക് പി മൈനസ് സെഡ് ഈക്വൽ 3 വരുമ്പോൾ കിട്ടും. 2 വരുമ്പോൾ 2 ആംഗിൾ, പി 1 വരുമ്പോൾ 1 ആംഗിൾ. ഓക്കെ,
ഇനി നമ്മൾ പറഞ്ഞു ഈ ആംഗിൾ ഇങ്ങനെ പോകുന്നുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഈ ആംഗിൾ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പോയിന്റ് വേണം. ഓക്കെ, വി നീഡ് എ പോയിന്റ്. ആ പോയിന്റ് ഞാനിപ്പോൾ സപ്പോസ് എക്സ് വൈ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. എക്സ് വൈ, ഈ എക്സ് വൈയിലെവിടെയാണ് അതിങ്ങനെ പാസ് ചെയ്യുന്നത്. ഓക്കെ, ആ പാസ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ സെൻട്രോയിഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് ദ മീറ്റിംഗ് പോയിന്റ് ഓഫ് ഓൾ അസിംപ്റ്റോട്ട്സ്. എല്ലാ അസിംപ്റ്റോട്ട്സിൻ്റെയും മീറ്റിംഗ് പോയിന്റ് നമ്മൾ സെൻട്രോയിഡ് എന്ന് പറയാം. അതാണ് നമ്മളെ റൂൾ നമ്പർ 5. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ അസിംപ്റ്റോട്ടിൻ്റെ റൂള്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് 5ാമത് സെൻട്രോയിഡ്. മീറ്റിംഗ് പോയിന്റ് ഓഫ് ഓൾ അസിംപ്റ്റോട്ട്സ്. എല്ലാ അസിംപ്റ്റോട്ടുകളും മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് സെൻട്രോയിഡ്. ഈ സെൻട്രോയിഡിനെ സിഗ്മ എന്ന് റെപ്രസെൻ്റ് ചെയ്യും. സിഗ്മ എങ്ങനെ കാണുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് ദ സമ്മേഷൻ ഓഫ് റിയൽ പാർട്ട് ഓഫ് പോൾസ്. പോൾസിൻ്റെ റിയൽ പാർട്ട് മൈനസ് റിയൽ പാർട്ട് ഓഫ് സീറോസ്, അതായത് റിയൽ പാർട്ട് ഓഫ് സീറോസ് ഡിവൈഡഡ് ബൈ പി മൈനസ് സെറ്റ് ഡിവൈഡഡ് ബൈ പി മൈനസ് സെറ്റ്. ഇതാണ് നമ്മുടെ സെൻട്രോയിഡിൻ്റെ ഇക്വേഷൻ. ക്ലിയർ? ഫോർ എക്സാമ്പിൾ, അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കാണുന്നു. എസ് ക്യൂബ് പ്ലസ് 5s² പ്ലസ് കെ പ്ലസ് 6 × s പ്ലസ് k = 0. നമ്മളവിടെ അസിംപ്റ്റോട്ടും സെൻട്രോയിഡുമാണ് കാണാൻ പറയുന്നതെങ്കിൽ നമ്മൾ ആദ്യം ഇതിനെ ഏത് ഫോമിലേക്ക് ആക്കണം എന്ന് പറഞ്ഞാൽ 1 + g of s × h of s = 0 ഫോമിലേക്ക് മാറ്റണം. ഓക്കെ, അതിന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നുകൂടി ഒന്ന് മാറ്റി എഴുതുക. 6s + k × s + 1 എന്ന് എഴുതിക്കൂടെ? ഓക്കെ, അപ്പം 1 + ഈ ഒരു ഫോമിൽ g of s ൻ്റെ h of s കൂടി അവിടെ കൺസിഡർ ചെയ്ത് വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ടേമിനെ മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യാം. മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ടേം കൊണ്ട് ഈ മൊത്തം ടേം ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 1 + k × s + 1 ഡിവൈഡഡ് ബൈ s³ പ്ലസ് 5s² പ്ലസ് 6s = 0 എന്ന് വരും. ശരിയല്ലേ? എന്നിട്ട് നമ്മൾ s ഒന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1 + k × s + 1 ഡിവൈഡഡ് ബൈ s × s² പ്ലസ് 5s പ്ലസ് 6 എന്ന് വരും അല്ലേ? യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 1 + k × s + 1 ഡിവൈഡഡ് ബൈ s × s പ്ലസ് 2 × s + 3. ക്ലിയർ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും ഈ g of s × h of s ആണിത്. ശരിയല്ലേ? സോ g of s × h of s = k × s + 1 ഡിവൈഡഡ് ബൈ s × s + 2 × s + 3. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പോയിന്റ്. ഇതിൻ്റെ അകത്ത് നിന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? g of s × h of s നിന്നിട്ടാണ് നമ്മൾ പോളും സീറോ ഒക്കെ നമ്മൾ നോക്കുന്നത്. കാരണം നമുക്ക് ഇവിടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് പോൾ 0 കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് ആക്കിയാൽ മാത്രമേ നമുക്ക് പോൾസും സീറോസും കിട്ടുള്ളൂ. അപ്പോൾ ഈ ഇക്വേഷൻ കമ്പയർ ചെയ്താൽ മനസ്സിലാവും എത്ര പോൾസ് ഉണ്ട്? 3 പോൾസ്. 0 -2 -3. എത്ര സീറോസ് ഉണ്ട്? 2 എണ്ണം. ശരിയല്ലേ? അതായത് നിങ്ങളെ p - z = 1. ക്ലിയർ? ഓക്കെ, അപ്പോൾ അതായത് 1 ബ്രാഞ്ച് വിൽ ടെർമിനേറ്റ് അറ്റ് ഇൻഫിനിറ്റി. ഒരു ബ്രാഞ്ച് എങ്ങോട്ടേക്ക് ടെർമിനേറ്റ് ചെയ്യും? ഇൻഫിനിറ്റിയിലേക്ക് ടെർമിനേറ്റ് ചെയ്യും. നിങ്ങളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് അസിംപ്റ്റോട്ടും സെൻട്രോയിഡും ആണ്. അസിംപ്റ്റോട്ട് കാണാനുള്ള തീറ്റയാണ് എന്താണ്? 2n + 1 × π ഡിവൈഡഡ് ബൈ p - z എന്നുള്ള ഫോർമുലയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ആദ്യം θ1 2 × 0 + 1 / p - z എത്രയാണ്? ഇവിടെ ഒരു സീറോ ഉള്ളൂ അല്ലേ? ഒരു സീറോ ഉള്ളൂ. അപ്പോൾ p - z 2 ആണ്. ഇവിടെ ഒരു സീറോ അല്ലേ ഉള്ളൂ. അപ്പോൾ p - z 2 ആണ്. ഓക്കെ, 2 × 180. യുവർ ആൻസർ വിൽ ബി 90 degrees. Then θ2 will be 2 × 1 + 1/2
into 180, that is 3/2, that is equal to 270. Theta 3 equal to 2 into 2 plus 1/2, 5/2 into 180, that will be equal to തേർഡ് പോൾ കാണേണ്ട ആവശ്യമില്ല, നമുക്ക് രണ്ടല്ലേ ഉള്ളൂ. പി മൈനസ് സെഡ് 2 അല്ലേ. എത്ര പി മൈനസ് സെഡ് ഉണ്ടോ അത്രയും അസിംപ്റ്റോട്ട്സ് ഉണ്ടാവുന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത്രയും ബ്രാഞ്ച് ഓഫ് അസിംപ്റ്റോട്ട്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നില്ല. അപ്പോൾ പി മൈനസ് സെഡ് എത്രയാണോ അത്രയും ആംഗിളുകളെ നമ്മൾ കാണേണ്ട ആവശ്യമുള്ളൂ. ക്ലിയർ? അപ്പോൾ അസിംപ്റ്റോട്ട്സ് നമുക്ക് കിട്ടി. ഇനി സെൻട്രോയിഡ് നമുക്ക് എങ്ങനെ കിട്ടും? സെൻട്രോയിഡ് ഇറ്റ് ഈസ് എ സമ്മേഷൻ ഓഫ് റിയൽ പാർട്ട് ഓഫ് പോൾസ് മൈനസ് സമ്മേഷൻ ഓഫ് റിയൽ പാർട്ട് ഓഫ് സീറോസ് ഡിവൈഡഡ് ബൈ പി മൈനസ് സെഡ്. അപ്പോൾ റിയൽ പാർട്ട് ഓഫ് പോൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പോൾസുകൾ ഏതൊക്കെയാണ്? ഇവിടുത്തെ പോൾസുകൾ 0, -2, -3. ഇവിടുത്തെ സീറോസ് എത്രയാണ്? -1 മാത്രം. അപ്പോൾ 0, -2, -3 സമ്മ് മൈനസ് സീറോസ് -1 ഡിവൈഡഡ് ബൈ പി മൈനസ് സെഡ് എത്രയാണ്? 2. So it will be -5 plus 1/2. Your answer will be -4/2, that is equal to -2. അപ്പോൾ നിങ്ങളുടെ സെൻട്രോയിഡ് കിട്ടി. ആൻസർ വിൽ ബി -2. ഇങ്ങനെയാണ് നമ്മൾ സെൻട്രോയിഡ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ആ സെൻട്രോയിഡിൻ്റെ നമ്മൾ x, y എന്ന് എഴുതുമ്പോൾ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് -2, 0. ഓക്കെ, അടുത്തത് റൂൾ നമ്പർ 6. ബ്രേക്ക് പോയിന്റ് കണ്ടുപിടിക്കാനുള്ളതാണ് റൂൾ നമ്പർ 6. ബ്രേക്ക് പോയിന്റ്. ബ്രേക്ക് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് നമ്മളൊരു ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ കുറേ പോൾസ് ഉണ്ടാവും, ഒന്ന് മാത്രമൊന്നുമല്ലല്ലോ. അപ്പം ഓരോ റൂട്ട് ലോക്കസിൻ്റെ ബ്രാഞ്ചും ഓരോ ക്ലോസ് ലൂപ്പ് പോളിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബ്രേക്ക് പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് the multiple branch of your root locus intersect. റൂട്ട് ലോക്കസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന മൾട്ടിപ്പിൾ ബ്രാഞ്ചിനെയാണ് നമ്മൾ പറയുന്നത് ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബ്രേക്ക് പോയിന്റ് കാണാനുള്ള മെത്തേഡുകൾ എന്ന് വെച്ചാൽ ആദ്യത്തെ ഇതെന്ന് വെച്ചാൽ നമ്മളെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അല്ലേ, റെപ്രസെൻറ്റ്. ഓക്കെ, ഫസ്റ്റത്തെ വെച്ചാൽ യൂസിങ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എക്സ്പ്രസ് യുവർ കെനെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യണം ഇൻ ടേംസ് ഓഫ് എസിൻ്റെ ടേംസിൽ നിങ്ങൾ കെനെ റെപ്രസെൻ്റ് ചെയ്യണം. ഒന്നാമത്തത് ആ കിട്ടുന്ന ഇക്വേഷനിൽ dk/ds ഈക്വൽ ടു 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് ഫൈൻഡ് വാല്യൂസ് ഓഫ് എസ്. എന്നിട്ട് നിങ്ങൾ എസിൻ്റെ വാല്യൂസ് കാണും. ഓക്കെ, അപ്പം കെനെ എസിൻ്റെ ടേംസിൽ എഴുതുക. പിന്നെ ഡിക്കാൻ്റെ എന്നാൽ മാത്രമേ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ dk/ds എടുക്കുക, 0 ഇക്വേറ്റ് ചെയ്യുക, എസിൻ്റെ വാല്യൂ കാണാം. എന്നിട്ട് നമ്മൾ മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഈ കിട്ടുന്ന വാല്യൂസൊക്കെ ഉണ്ടല്ലോ, വാല്യൂസ് ഓഫ് എസ് വിൽ ബി ഒബ്റ്റെയിൻ. ഈ ഒബ്റ്റെയിൻ ചെയ്ത വാല്യൂസിൽ ഏതാണ് വാലിഡ് എസ് എന്ന് നോക്കുക, അല്ലെങ്കിൽ വാലിഡ് പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് പറയാം. അതായത് റൂട്ട് ലോക്കസിൻ്റെ അകത്തുണ്ടെങ്കിൽ അത് വാലിഡ് ആണ്, ഇല്ലെങ്കിൽ വാലിഡ് അല്ല, അത്രേ ഉള്ളൂ. റൂട്ട് ലോക്കസ് ലൈ ചെയ്യുന്ന അകത്താണ് ലൈ ചെയ്യുന്നതെങ്കിൽ ആ വാലിഡ് എസിൻ്റെ വാല്യൂ ലൈ ചെയ്യുന്നതെങ്കിൽ അത് വാലിഡ് ആണ്, അല്ലെങ്കിൽ വാലിഡ് അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം. ഓക്കെ, അതാണ് അതിൻ്റെ കാര്യം. പിന്നെ അടുത്തൊരു പോയിന്റ്, ഈ ബ്രേക്ക് പോയിന്റ് ഉണ്ടല്ലോ, ബ്രേക്ക് പോയിന്റ് ഓൾവേസ് ലൈസ് ഓൺ റൂട്ട് ലോക്കസ്. റൂട്ട് ലോക്കസിലെ അത് ആ ബ്രേക്ക് പോയിന്റ് നമുക്ക് ഉണ്ടാവുള്ളൂ, അത് മാത്രമേ കഴിഞ്ഞുള്ളൂ. അപ്പോൾ റൂട്ട് ലോക്കസിൽ ബ്രേക്ക് പോയിന്റ് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ. ഏതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം? നമ്മുടെ ആംഗിൾ കണ്ടീഷനും അതുപോലെ മാഗ്നിറ്റ്യൂഡ് ക്രൈറ്റീരിയനും അതെന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ ആ റൂട്ട് ലോക്കസിൻ്റെ ഇടയിലൊരു ബ്രേക്ക് പോയിന്റ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അതായത് ഇപ്പോൾ സപ്പോസ് ഇഫ് നിങ്ങളുടെ ഫംഗ്ഷൻ k ഈക്വൽ ടു f of s എന്നുള്ള രീതിയിൽ ഫംഗ്ഷനാണ് റെപ്രസെൻ്റ് ചെയ്ത് വിചാരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു പുട്ട് എസ് ഇൻ f of s. f of s ലേക്ക് s പുട്ട് ചെയ്ത് നിങ്ങൾ k കണ്ടുപിടിക്കുക. ഓക്കെ, ഇഫ് യുവർ k ഈസ് ഗ്രേറ്റർ ദാൻ 0, k 0നെക്കാട്ടിയും കൂടുതലാണെങ്കിൽ നമുക്ക് പറയാം ഇവിടെ ഒരു വാലിഡ് ബ്രേക്ക് പോയിന്റ് ഉണ്ട്. ഇനി ഇഫ് k ഈസ് ലെസ് ദാൻ 0 നമുക്ക് പറയേണ്ടി വരും യു ഹാവ് ആൻ ഇൻവാലിഡ് ബ്രേക്ക് പോയിന്റ് ആണെന്ന് പറയും. ഓക്കെ, അതുപോലെ പറയാം. അപ്പോൾ അതായത് k ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ വാലിഡും k ലെസ് ദാൻ 0 ആണെങ്കിൽ ഇൻവാലിഡ്. അതിനാണ് k കണ്ടുപിടിക്കണം എന്ന് പറയുന്നത്.
ഓക്കെ. പിന്നെ ഇപ്പോൾ കെ നമ്മളൊരു റൂട്ട് ലോക്കസ് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് അവിടെ കെ ഉണ്ടോ. റൂട്ട് ലോക്കസ് അല്ല നമ്മുടെ ക്യാരക്ടർ ഇക്വേഷൻ എഴുതുമ്പോൾ മനസ്സിലാവും കെ ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 ആണോ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വാലിഡ് ബ്രേക്ക് പോയിന്റ് ഉണ്ടാവോ ഇല്ലയോ എന്ന്. ഗ്രേറ്റർ ദാൻ 0 ആണ് നമുക്ക് വാലിഡ് ബ്രേക്ക് പോയിന്റിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ മൂവ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നു ഇഫ് എ ബ്രേക്ക് പോയിന്റ് ലൈസ് ഓൺ റൂട്ട് ലോക്കസ്. റൂട്ട് ലോക്കസിൽ തന്നെ ലൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ബ്രേക്ക് പോയിന്റ്. അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ അതിനെ വാലിഡ് എന്ന് പറയാം. ഇഫ് എ ബ്രേക്ക് പോയിന്റ് ഡസ് നോട്ട് ലൈ ഓൺ റൂട്ട് ലോക്കസ് ലൈ ചെയ്തില്ലെങ്കിൽ നമ്മൾ പറയേണ്ടി വരും അത് ഇൻവാലിഡ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മളെ സെൻട്രോയിഡ് ഉണ്ടല്ലോ, സെൻട്രോയിഡ് മേ ഓർ മേ നോട്ട് ലൈ ഓൺ റൂട്ട് ലോക്കസ്. കിട്ടുന്ന സെൻട്രോയിഡിൻ്റെ വാല്യൂ ചിലപ്പോൾ റൂട്ട് ലോക്കസിൽ ഉണ്ടാവാം, ഇല്ലാതെ ഇരിക്കാം. ഓക്കെ. ഇതൊക്കെയാണ് ജനറലി ബ്രേക്ക് പോയിന്റിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി ബ്രേക്ക് പോയിന്റ് 2 തരത്തിലുണ്ട്. ബ്രേക്ക് പോയിന്റ് ആർ ഓഫ് 2 ടൈപ്സ്. അതാണ് ബ്രേക്ക് എവേയും ബ്രേക്ക് ഇന്നും. ഓക്കെ. ബ്രേക്ക് എവേയും ബ്രേക്ക് ഇന്നും എന്താണെന്ന് നോക്കാം. If your break point lies between two, നിങ്ങളുടെ ബ്രേക്ക് പോയിന്റ്, ഇഫ് യുവർ ബ്രേക്ക് പോയിന്റ് ലൈസ് ബിറ്റ്വീൻ 2 സക്സസീവ് പോൾസ്, 2 സക്സസീവ് പോൾസ്, then it is termed as break away. Okay. If your break point lies between two successive സീറോസിൻ്റെ ഇടയിലാണെങ്കിൽ നമുക്ക് പറയാം then that point is called a break in. ഇത് വേണമെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പഠിച്ച് അനലൈസ് ചെയ്യാം. അപ്പോൾ 2 സക്സസീവ് പോളുകളുടെ ഇടയിലാണ് ബ്രേക്ക് പോയിന്റ് വന്നതെന്ന് വെച്ചാൽ അതിനെ ബ്രേക്ക് എവേ എന്നും, 2 സീറോൻ്റെ ഇടയിലാണ് വന്നതെങ്കിൽ ബ്രേക്ക് ഇൻ എന്നും വിളിക്കണം. ഓക്കെ. ഇനി ഈ വാല്യൂസ് എപ്പോഴാണ് മാക്സിമം ഒബ്റ്റെയിൻ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അതായത് d²s/ds², ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ അത് മാക്സിമയാണ്. ഓക്കെ. ഇപ്പം d²k/ds² ചെയ്ത് കഴിഞ്ഞാൽ അത് ലെസ് ദാൻ 0 ആണെങ്കിൽ അവിടെ മാക്സിമ പോയിന്റ് എന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താണ് ഒക്കർ ചെയ്യുക? ബ്രേക്ക് എവേ ഒക്കർ ചെയ്യും. ഇനി ഇഫ് യുവർ d²k/ds² ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അവിടെ മിനിമ ഒക്കർ ചെയ്തു എന്ന് പറയും. അതായത് അവിടെ എന്തോ ഒക്കർ ചെയ്ത് അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് ഏത് പോയിന്റാണ്? ബ്രേക്ക് ഇൻ പോയിന്റാണ്. ക്ലിയർ? ഇതാണ് നിങ്ങൾ ബ്രേക്ക് അവേയും ബ്രേക്ക് ഇന്നും തമ്മിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ. ഇതൊക്കെ നമ്മൾ പ്രോബ്ലത്തിൽ വരുമ്പോൾ ക്ലിയർ ആവും അത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബ്രേക്ക് ഇന്നിൻ്റെ കാര്യങ്ങളെന്ന് പറയാം. ഒരു പ്രോബ്ലം നോക്കാം. ഒരു യൂണിറ്റ് ഫീഡ്ബാക്ക് സിസ്റ്റമാണ്. ഇറ്റ് ഹാസ് എ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ല, ഇറ്റ് ഹാസ് എ ഫോർവേഡ് പാത്ത് ഗെയിൻ ഓഫ് GS equal to K divided by S into S plus 2. Plot the root locus plot ചെയ്യുക. ഇതാണ് പരിപാടി. ഓക്കെ. അപ്പം ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കണം. ഫസ്റ്റ് നമ്മൾ സെക്കൻഡ് റൂൾ അപ്ലൈ ചെയ്യുക. സെക്കൻഡ് റൂൾ പ്രകാരം നമ്മൾ ആദ്യം പോൾസ് എത്രയാണെന്ന് എഴുതുക. എത്ര പോൾസ് ഉണ്ട്? 2 പോൾസ്. സീറോസ് ഉണ്ടോ? ഇല്ല. അതായത് അതിൻ്റെ അർത്ഥം എന്താ? 2 branches ഓഫ് റൂട്ട് ലോക്കസ് ടെർമിനേറ്റഡ്. എവിടെ ടെർമിനേറ്റ് ചെയ്യുന്നുണ്ട്? ടെർമിനേറ്റഡ് ഇൻഫിനിറ്റിയിൽ 2 ബ്രാഞ്ചസ് ഓഫ് റൂട്ട് ലോക്കസ് എന്ത് ചെയ്യുന്നുണ്ട്? ടെർമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അത് റൂൾ നമ്പർ 2 ആണത് പറയുന്നത്. ഓക്കെ. പിന്നെ റൂൾ നമ്പർ 3 എന്താ പറയുന്നത്? നമ്മൾ ബ്രാഞ്ചസിൻ്റെ കാര്യം, എവിടെയാണ് റൂട്ട് ലോക്കസ് ലൈ ചെയ്യുന്നതെന്ന് പറയുന്നതാണ് അല്ലേ. അപ്പോൾ എവിടെ ലൈ ചെയ്യുന്നു? നമുക്ക് 2 പോളുകളാണുള്ളത്, 0-ലും -2-ലും. ശരിയല്ലേ? 0-ലും -2-ലാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവിടെ റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത്? റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. ആ പോയിന്റിൻ്റെ ഇപ്പുറത്ത് എത്ര
പോള് 0 ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ ഈ പോയിന്റിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ എത്ര, ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ പോയിന്റ് കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കും. ആ പോയിന്റിൻ്റെ ഇപ്പുറത്ത് എത്ര പോൾസ് ഉണ്ട്? ഒരു പോൾ, അതായത് ഓഡ് നമ്പർ ഓഫ് പോൾസ് ഉണ്ട്. ഓഡ് നമ്പർ ഓഫ് പോൾസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ബിറ്റ്വീൻ എന്തുണ്ട്? റൂട്ട് ലോക്കസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു റൂട്ട് ലോക്കസ് ഉണ്ട്. ക്ലിയർ? ഇനി ഇവിടെ കൺസിഡർ ചെയ്യും, ഇതിൻ്റെ ഇപ്പുറത്ത് റൂട്ട് ലോക്കസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഹിയർ എ റൂട്ട് ലോക്കസ് എക്സിസ്റ്റ്. ഇതിൻ്റെ ഇപ്പുറത്ത് റൂട്ട് ലോക്കസ് ഉണ്ടോ? നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ 2 എണ്ണം ഉള്ളത്. അപ്പോൾ ഇവിടെ റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെയാണ് റൂട്ട് ലോക്കസ് കണ്ടുപിടിക്കുന്നത്. ഇനി ആരോ മാർക്ക് നമ്മൾ എങ്ങനെ ഇടും? ആരോ മാർക്ക് നമ്മളെങ്ങനെയാണ് പുട്ട് ചെയ്യുന്നത്? അപ്പോൾ ആരോ മാർക്ക് പുട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബ്രാഞ്ചസ് എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യും? പോൾസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് സീറോസിലേക്ക് പോവും, അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിലേക്ക് പോവും. ശരിയല്ലേ? അപ്പോൾ നിങ്ങളുടെ ബ്രാഞ്ചസ് പോളിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് ഒറിജിനേറ്റ് ചെയ്തു, ഇങ്ങോട്ടേക്ക് പോയി. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഒരു പോളുണ്ട്, ഇവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യില്ല എന്ന്. ഇവിടെ നിന്നും ഒറിജിനേറ്റ് ചെയ്യും, ഇങ്ങോട്ട് വരും. അതായത് ഇവിടെ വന്നത് ഇൻ്റർസെക്റ്റ് ചെയ്യുമല്ലോ. അതായത് ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അതായത് ഒന്നെങ്കിൽ അങ്ങനെ പറയാം, ഇല്ലെങ്കിൽ പറയാം 2 പോളുകൾ, 2 സക്സസീവ് പോളുകൾ, 2 അടുത്തടുത്ത പോളുകളുടെ ഇടയിൽ റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ഒരു ബ്രേക്ക് പോയിന്റ് ഉണ്ടാവും. ശരിയല്ലേ? ഇപ്പോൾ 2 സക്സസീവ് പോൾസോ 2 സക്സസീവ് സീറോസോ എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഇടയിലൊരു ബ്രേക്ക് പോയിന്റ് ഉണ്ടാവും. ഇവിടെ 2 പോൾസ് ആണ് എക്സിസ്റ്റ് ചെയ്ത്, അതുകൊണ്ട് അവിടെ ബ്രേക്ക് പോയിന്റ് ഏതാണ്? ബ്രേക്ക് എവേ പോയിന്റ് അവിടെ ഉണ്ടാവും. ക്ലിയർ? ഒന്നെങ്കിൽ ഇത്തരത്തിൽ അനലൈസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് അനലൈസ് ചെയ്യാം പോളിൽ നിന്ന് ബ്രാഞ്ചുകൾ പോകുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടും പോകുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരുന്നു. ഇവിടെ നിന്ന് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. കാരണം എന്നാൽ മാത്രമേ നമുക്കൊരു മീറ്റ് ചെയ്ത് പുറത്തേക്ക് പോവുള്ളൂ. ഇതാണ് നിങ്ങളുടെ ബ്രേക്ക് പോയിന്റ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ 2 പോൾസിൻ്റെ ഇടയിൽ എന്തുണ്ടാവും? ഒരു ബ്രേക്ക് പോയിന്റ് ഉണ്ടാവും. ആ ബ്രേക്ക് പോയിന്റ് 2 പോൾസിൻ്റെ ഇടയിലാണെങ്കിൽ അത് ബ്രേക്ക് എവയാണെന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. ഓക്കെ, ഇതാണ് റൂൾ 3 പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. ഇനി അടുത്തത് ആംഗിൾ ഓഫ് അസിംപ്ടോട്ടും സെൻട്രോയിഡും കാണലാണ്. ആംഗിൾ ഓഫ് അസിംപ്ടോട്ട് എന്ന് പറഞ്ഞാൽ θ1 എന്താണ്? 2 × 0 + 1 / P - Z എത്രയാ? ഇവിടുന്ന് P - Z 2 അല്ലേ? 2 × 180 you will be getting 90, then you will be getting θ2 as 270. ശരിയല്ലേ? റൂൾ നമ്പർ 5 സെൻട്രോയിഡ് എന്ന് എന്താ? സമ്മേഷൻ ഓഫ് പോൾസ് ആരൊക്കെയാ? 0 - 2 0 ഉണ്ടോ? ഇല്ല. ഡിവൈഡഡ് ബൈ P - Z അത്ര 2. അപ്പോൾ -2/2 സെൻട്രോയിഡ് വിൽ ബി -1. സോ അടുത്തത് നമുക്ക് ബ്രേക്ക് പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ബ്രേക്ക് പോയിന്റ് അല്ലേ? ബ്രേക്ക് പോയിന്റ് കാണാൻ നമുക്കറിയണം ഏതുപോലെ എഴുതണം? 1 + g of s × h of s എന്നുള്ള രൂപത്തിൽ എഴുതണം, = 0. അപ്പോൾ നമുക്ക് എഴുതാം 1 + g of s, h of s ഇല്ല അല്ലേ? അപ്പോൾ പ്രശ്നമില്ല. × k × s × s + 2 = 0. അപ്പോൾ നമുക്ക് എഴുതാം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോം ചെയ്യുമ്പോൾ s² + 2s + k = 0. ശരിയല്ലേ? ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് k മാത്രം എഴുതണം. അതാണ് ഞാൻ പറഞ്ഞത്. kനെ എസിൻ്റെ വാല്യൂയിലേക്ക് മാറ്റണം. അപ്പോൾ k മാത്രം എഴുതാനാണ് നമ്മൾ ഈ ബ്രേക്ക് അവേ പോയിന്റിൻ്റെ ഹൈലൈറ്റ്. ഇവിടുന്ന് kനെ മാത്രം പുറത്തേക്ക് എടുക്കണം. ഇറ്റ് വിൽ ബി -s² - s. അപ്പോൾ kൻ്റെ ഇത് കിട്ടി. ഇനി k കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ dk/ds ചെയ്യണം. dk/ds ചെയ്യുമ്പോൾ എത്ര വരും? -2s - 2. ശരിയല്ലേ? ഈ കിട്ടിയ dk/dsനെ എന്ത് ചെയ്യണം? നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. ഏതിലേക്ക് ഇക്വേറ്റ് ചെയ്യണം? dk/dsനെ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യണം. അതല്ല സ്റ്റെപ്പുകൾ പറയുന്നത്. ആദ്യം ഇത് നിങ്ങൾ ഇങ്ങനെ എഴുതണം, പിന്നെ ഇത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോം ചെയ്യണം. ഇതിൻ്റെ അകത്ത് k സെപ്പറേറ്റ് ചെയ്ത് എഴുതണം. സെപ്പറേറ്റ് ചെയ്ത് എഴുതിയ സാധനത്തിന് dk/ds എഴുതണം. dk/dsനെ എന്തിലേക്ക് ഇക്വേറ്റ് ചെയ്യണം? 0ലേക്ക് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 2s - 2 = 0. ദാറ്റ് മീൻസ് s = -1. s = -1. അതായത് ഈ കിട്ടിയ s ആണ് നിങ്ങളുടെ എന്ത്? ഈ കിട്ടിയ s ആണ് നിങ്ങളുടെ എന്ത്? വാലിഡ് s. ആ വാലിഡ് s എന്ന് പറഞ്ഞാൽ അതാണ് നിങ്ങളുടെ എന്ത്? ബ്രേക്ക് പോയിന്റ്.
ക്ലിയർ? ആ കിട്ടുന്ന എസ് ആണ് നിങ്ങളുടെ ബ്രേക്ക് പോയിന്റ്. ഇനി ഈ ബ്രേക്ക് പോയിന്റ് എപ്പോഴാണ് വാലിഡ് ആവുന്നത്? ഈ ബ്രേക്ക് പോയിന്റ് ഈ റൂട്ട് ലോക്കസിൻ്റെ അകത്താണോ ചെക്ക് ചെയ്യുക. അകത്താണെങ്കിൽ ബ്രേക്ക് പോയിന്റ് വാലിഡ് ആണ്, അല്ലെങ്കിൽ വാലിഡ് അല്ല. ഈ ബ്രേക്ക് പോയിന്റിന്റെ വാല്യൂ എസ് ഈക്വൽ ടു -1 ആണ്. ഈ -1 ഈ 0-നെയും -2-നെയും നടുക്കല്ലേ, ഇവിടെയല്ലേ -1 വരുന്നത്. അതായത് ഈ ബ്രേക്ക് പോയിന്റ് എന്താണ്? വാലിഡ് ആണ്. ശരിയല്ല? അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് പോയിന്റ് എക്സിസ്റ്റ് ചെയ്യും. ഏത് പോയിന്റിൽ? അറ്റ് എസ് ഈക്വൽ ടു -1. എസ് ഈക്വൽ ടു -1ലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ടിമുട്ടുന്ന സ്ഥലം. ക്ലിയർ? അപ്പോൾ എസ് ഈക്വൽ ടു 1 ഹാസ് എ വാലിഡ് റൂട്ട് ലോക്കസ് അല്ലെങ്കിൽ വാലിഡ് ബ്രേക്ക് പോയിന്റ് ആൻഡ് ഇറ്റ് ലൈസ് ഓൺ യുവർ റൂട്ട് ലോക്കസ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആ റൂട്ട് ലോക്കസ് നമുക്ക് അവിടെ ലൈ ചെയ്യുന്നത് കണ്ടു നമ്മൾ. ഇനി അത് എങ്ങനെ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് പോകുന്നു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ പുറത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിനാണ് നമ്മൾ ഈ ആംഗിൾ ഓഫ് അസിംപ്റ്റോട്സ് വന്നിരിക്കുന്നത്. എത്ര ആംഗിൾ ഓഫ് അസിംപ്റ്റോട്സ്? 90-ലും 270-ലും പോവും. അതായത് നമ്മൾ ആ ബ്രേക്ക് പോയിന്റ് അവിടെ നിൽക്കട്ടെ. ബ്രേക്ക് പോയിന്റിന് മുന്നേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണ്? അപ്പം ബ്രേക്ക് പോയിന്റ് കിട്ടി. അസിംപ്റ്റോട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അസിംപ്റ്റോട്സ് എപ്പോഴും ഒറിജിനേറ്റ് ചെയ്യുന്നത് സെൻട്രോയിഡ് നിന്നാണ്. കാരണം സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. സെൻട്രോയിഡ് ഈസ് ദ മീറ്റിംഗ് പോയിന്റ് ഓഫ് ഓൾ അസിംപ്റ്റോട്സ്. അതായത് അസിംപ്റ്റോട്ട് ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഇതാണ് സെൻട്രോയിഡ് എങ്കിൽ സെൻട്രോയിഡിൽ നിന്നാണ് അസിംപ്റ്റോട്ട് എന്ത് ചെയ്യുന്നത്? ഒറിജിനേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പം ഈ സെൻട്രോയിഡിൽ നിന്ന് അസിംപ്റ്റോട്സിൻ്റെ ഒറിജിനേഷൻ നടക്കും. ഇവിടെ സെൻട്രോയിഡ് എത്രയാ? -1. അപ്പോൾ ഇവിടെ -1 ബ്രേക്ക് പോയിന്റും സെൻട്രോയിഡ് -1. അതെന്തോ കോയിൻസിഡൻസിൽ വന്നത്. എപ്പോഴും നമുക്കിതാ സെൻട്രോയിഡ് ഒരേപോലെ വരണമെന്നൊന്നുമില്ല, ഇതൊരു കോയിൻസിഡൻസിൽ വന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിൽ നിന്നാണ് -1-ൽ നിന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? അസിംപ്റ്റോട്സിലേക്ക് പോകുന്നത്. അപ്പോൾ അസിംപ്റ്റോട്സിലേക്ക് എങ്ങനെ പോകും എന്ന് ഡിറ്റർമൈൻ ചെയ്യാനാണ് അസിംപ്റ്റോട്സിൻ്റെ ആംഗിൾ കണ്ടുപിടിച്ചത്. ആ ആംഗിൾ ഏതൊക്കെയാ? 90 ഡിഗ്രിയും 270 ഡിഗ്രിയും. അതായത് -1-ൽ നിന്ന് 90 ഡിഗ്രിയിലേക്ക് ഒരു ലൈൻ പോവും, -1-ൽ നിന്ന് 270ലേക്ക് ഒരു ലൈൻ പോവും. -1-ന്റെ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ മുകളിലേക്കല്ലേ, അതുപോലെ 270 എന്ന് പറഞ്ഞാൽ നേരെ താഴേക്കല്ലേ വരിക. കാരണം മുകളിൽ 90 ആണെങ്കിൽ നേരെ 180 നേരെ ഓപ്പോസിറ്റ്, അതായത് 270 താഴേക്കല്ലേ വരിക. അപ്പോൾ ഇങ്ങോട്ടേക്കാണ് എന്ത് പോകുന്നത്? നിങ്ങളുടെ അസിംപ്റ്റോട്സ് പോകുന്നത്. ഈ ഗ്രീൻ ലൈൻ റെപ്രസെൻറ്റ്സ് യുവർ അസിംപ്റ്റോട്സ്. ക്ലിയർ? അപ്പോൾ ഒരെണ്ണം 90ലേക്ക് ഒരെണ്ണം 270ലേക്ക്. അപ്പോൾ നിങ്ങൾ അസിംപ്റ്റോട്സിൽ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ പറഞ്ഞു എത്ര ബ്രാഞ്ച് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നുണ്ട്? 2 ബ്രാഞ്ച് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നുണ്ട്. ശരിയല്ലേ? ആ 2 ബ്രാഞ്ചും എവിടെ നിന്നാണ് പോകുന്നത്? നമ്മുടെ ബ്രേക്ക് പോയിന്റിൽ നിന്നാണ് പോകുന്നത് അല്ലേ? അപ്പോൾ 2 ബ്രാഞ്ചസ് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ അസിംപ്റ്റോട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരെണ്ണം 90ലേക്ക് പോയി, ഒരെണ്ണം 270ലേക്ക് പോയി. ഓക്കെ, ഇനി ഈ പറഞ്ഞ ബ്രേക്ക് അവേ പോയിന്റിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞാൽ ബ്രേക്ക് അവേ പോയിന്റ് വിൽ ഡേവിയേറ്റ് ഫ്രം ദ ബ്രേക്ക് പോയിന്റ്. ബ്രേക്ക് അവേ പോയിന്റ് വിൽ ഡീവിയേറ്റ് ഫ്രം ദ ബ്രേക്ക് പോയിന്റ് along the asymptotes. ഈ അസിംപ്റ്റോട്സിലെ തന്നെയാണ് ആരും ലീവ് ചെയ്യുന്നത്? ബ്രേക്ക് പോയിന്റും ലീവ് ചെയ്യുന്നത്. ക്ലിയർ? ബ്രേക്ക് പോയിന്റ് എങ്ങനെ ലീവ് ചെയ്യുന്നു? നമുക്ക് എത്ര ബ്രാഞ്ച് ഉണ്ട് നമുക്ക് നോക്കണം. അപ്പോൾ എത്ര ബ്രാഞ്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ബ്രേക്ക് പോയിന്റിലേക്ക് കൺവെർജ് ചെയ്യുന്നതോ ഡൈവേർജ് ചെയ്യുന്നതോ ആയ എത്ര ബ്രാഞ്ച് ഉണ്ട് നോക്കുക. ഈ ബ്രേക്ക് പോയിന്റിലേക്ക് എത്ര ബ്രാഞ്ചുകൾ വരുന്നുണ്ട്? ഇവിടെ നിന്നൊരു ബ്രാഞ്ച് ഇങ്ങോട്ടേക്കും വരുന്നുണ്ട്, ഇവിടെ നിന്നൊരു ബ്രാഞ്ച് ഇങ്ങോട്ടേക്കും വരുന്നുണ്ട്. അതുകൊണ്ട് എത്ര ബ്രാഞ്ച് ഉണ്ട്? 2 ബ്രാഞ്ച് ആ ബ്രേക്ക് പോയിന്റിലേക്ക് വരുന്നുണ്ട്. ശരിയല്ലേ? അപ്പം ഈ ബ്രേക്ക് ചെയ്ത് ഏത് ആംഗിളിൽ അത് പുറത്തേക്ക് പോകണം എന്ന് ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ബൈ ±180/n. ഈ n എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ബ്രാഞ്ചസ് ദാറ്റ് കൺവെർജ് ഓർ ഡൈവർജ് ഫ്രം ബ്രേക്ക് പോയിന്റ്. ബ്രേക്ക് പോയിന്റിലേക്ക് വരുന്നതോ ബ്രേക്ക് പോയിന്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതോ ആയ ബ്രാഞ്ചുകളുടെ എണ്ണമാണ് ആ n. ഇവിടെ എത്ര ബ്രാഞ്ചുകൾ ഈ ബ്രേക്ക് പോയിന്റിലേക്ക് വരുന്നുണ്ട്? ഇത് ഇവിടെ നിന്ന് നിന്ന് അങ്ങോട്ട് ഇവിടെ നിന്ന് വരണം. അപ്പോൾ 2 എണ്ണം. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ±180/2, സോ ദാറ്റ് വിൽ ബി ±90.
അപ്പോൾ പ്ലസ് ഓർ മൈനസ് 90യിലേക്ക് ആംഗിളിലാണ് ഇത് എങ്ങോട്ടേക്ക് ടെർമിനേറ്റ് ചെയ്യുക, അസിംപ്ടോട്സിലേക്ക് ടെർമിനേറ്റ് ചെയ്യുക. അതായത് the branches is going at a 90 degree along the asymptotes. അപ്പോൾ അസിംപ്ടോട്സിന് 90 ഡിഗ്രി അലോങ് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ആംഗിളിലാണ് പോവുക, ഈ അസിംപ്ടോട്ടൽ ലൈനിലെ ബ്രേക്ക് അവേ പോയിന്റിന് 90 ഡിഗ്രി, അതായത് ഇത് ഇങ്ങോട്ടേക്ക് 90 ഡിഗ്രി, ഇങ്ങോട്ടേക്ക് അനദർ 90 ഡിഗ്രി. സോ ദ ബ്രാഞ്ചസ് വിൽ മൂവ് അലോങ് ദ അസിംപ്ടോട്സ്. ഇതാ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ബ്രാഞ്ചസ് എങ്ങോട്ടേക്ക് പോകുന്നു, ബ്രേക്ക് അവേ പോയിന്റ് ലീവ് ചെയ്ത് അസിംപ്ടോട്സിലേക്ക് പോകുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഈ സംഭവം കണ്ടുപിടിക്കുന്നത്. ക്ലിയർ? അപ്പം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബ്രാഞ്ചുകൾ എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യും, പോൾസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് ആൻഡ് വിൽ സ്ട്രൈക്ക് അറ്റ് ദിസ് ബ്രേക്ക് അവേ പോയിന്റ്. ആ ബ്രേക്ക് അവേ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അവർക്ക് ഡീവിയേറ്റ് ചെയ്യണം. അവർ ഡീവിയേറ്റ് ചെയ്യുന്ന പാത്ത് ഏതിലെയാണ്, അവർ അസിംപ്ടോട്സിലെയാണ് ഡീവിയേറ്റ് ചെയ്യുക. നമ്മൾ അസിംപ്ടോട്സ് ഈ ആംഗിൾ വെച്ച് വരച്ച് കഴിഞ്ഞു. അപ്പോൾ ആ ബ്രാഞ്ചിലാണ് അസിംപ്ടോട്സിൽ ലീവ് ചെയ്യുക. ആ ബ്രാഞ്ചിലെ ലീവ് ചെയ്യേണ്ട ആംഗിൾ അല്ലെങ്കിൽ ആ ബ്രേക്ക് പോയിന്റ് നിന്ന് ലീവ് ചെയ്യേണ്ട ആംഗിളാണ് ഈ പറഞ്ഞിരിക്കുന്നത്, ദിസ് വൺ. അതായത് ഈ 1 ± 180/n എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആംഗിൾ അറ്റ് വിച്ച് ദ ബ്രാഞ്ചസ് ബ്രേക്ക് ഓഫ് ഫ്രം ബ്രേക്ക് പോയിന്റ് നിന്ന് ബ്രേക്ക് ഓഫ് ചെയ്ത് പോകുന്ന ആംഗിളാണ് ± 180/n. ആ n എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നമ്പർ ഓഫ് ബ്രാഞ്ചസ് ദാറ്റ് കൺവെർജ് ഓർ ഡൈവേഴ്സ്. കൺവേർജ് ചെയ്യുന്നതോ ഡൈവേർജ് ചെയ്യുന്നതോ എവിടെ നിന്ന്, ഫ്രം ബ്രേക്ക് പോയിന്റിലേക്ക് വരുന്നതോ ബ്രേക്ക് പോയിന്റിൽ നിന്ന് പോകുന്നതായ ബ്രാഞ്ചുകളാണ് n. ഓക്കെ, ഈ കേസിൽ n എത്രയായിരുന്നു, 2 ബ്രാഞ്ച് ഉണ്ടായത്. അതുകൊണ്ട് ± 180/2 ദാറ്റ് ഈസ് ഈക്വൽ ടു ± 90. ക്ലിയർ? അതോടൊപ്പം തന്നെ ഒരു പോയിന്റ് കൂടി ഓർക്കുക, ദ ബ്രാഞ്ചസ് ഗോയിങ് ടു ഇൻഫിനിറ്റിയിലേക്ക് പോകാനുള്ള ബ്രേക്ക് അവേ പോയിന്റ്, ഗോയിങ് ടു ഇൻഫിനിറ്റി ഷുഡ് ഓൾവേസ് ടെർമിനേറ്റ്. ആ പോകുന്ന ബ്രാഞ്ചുകൾ എപ്പോഴും ഏതിലേ പോകാൻ പാടുള്ളൂ, ഇറ്റ് ഷുഡ് ഓൾവേസ് ടെർമിനേറ്റ് അലോങ് ദ അസിംപ്ടോട്സ്. അസിംപ്ടോട്സിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. അതാണ് അതിൻ്റെ റൂൾ. ക്ലിയർ ആയില്ലേ? ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ റൂട്ട് ലോക്കസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇത് നമ്മൾ വിചാരിക്കുന്നത് വലിയൊരു ക്വസ്റ്റ്യൻ. വലിയ ക്വസ്റ്റ്യൻ റൂട്ട് ലോക്കസ് വലുതായിട്ട് പ്ലോട്ട് ചെയ്യാനല്ല പറയുക, ഇതിൻ്റെ അകത്തുള്ള ഓരോ സാധനങ്ങൾ കണ്ടുപിടിക്കാനാണ് പറയുക. അപ്പോൾ നമ്മളിതിൻ്റെ അകത്തുള്ള എല്ലാ പോർഷനും വളരെ ക്ലിയർ ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്യാം. ഒരു യൂണിറ്റി ഫീഡ്ബാക്ക് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ k divided by s plus 1 whole raised to 4 plot root locus. ഓക്കെ, ആദ്യം പോൾസ് എത്രയാണെന്ന് എഴുതുക, 4. സീറോസ് എത്ര, 0. p മൈനസ് z എത്ര, 4. അതായത് 4 ബ്രാഞ്ചസ് ടെർമിനേറ്റ് അറ്റ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിൽ എത്ര ബ്രാഞ്ച് ടെർമിനേറ്റ് ചെയ്യുന്നുണ്ട്, 4 ബ്രാഞ്ച് ടെർമിനേറ്റ് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ ആ റൂൾ അപ്ലൈ ചെയ്ത് നമ്മൾ റൂട്ട് ലോക്കസ് എന്ന് വരയ്ക്കാം. റൂട്ട് ലോക്കസ് എവിടെ ഒബ്റ്റെയിൻ ചെയ്ത് നോക്കണം. അപ്പം ഇവിടെ എല്ലാ പോൾസും എത്രയിലാണ് ഉള്ളത്, -1 ഉള്ളത് അല്ലേ. -1 എത്ര പോളുണ്ട്, 4 പോളുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ 4 എണ്ണം, 1 2 3 4 4 പോൾസ് ഇവിടെ തന്നെ. കാരണം 4 പോൾസ് അവിടെ ആണെങ്കിൽ നിങ്ങൾ നോക്കൂ, നിങ്ങളിവിടെ ഒരു ലൈൻ ഇട്ട് നോക്കൂ. ഇവിടെ റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യുന്നു. ഇവിടെ റൂട്ട് ലോക്കസ് എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നത് മനസ്സിലാവുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ പോൾസോ സീറോസോ ഉണ്ടോ, ഇല്ല. അപ്പോൾ ഇവിടെ റൂട്ട് ലോക്കസ് ഇല്ല, നോ റൂട്ട് ലോക്കസ്. ഇനി ഇവിടെ നിന്ന് നോക്കുക, ഇവിടെ നിന്ന് റൈറ്റിലേക്ക് നോക്കുമ്പോൾ പോൾസോ സീറോസോ ഉണ്ടോ നോക്കുക. പോൾസ് സീറോസ് ഒക്കെ ഉണ്ട്, പക്ഷെ എത്ര എണ്ണമാണെന്ന് മാത്രം, 4 എണ്ണം. അതായത് എത്ര നമ്പർ, ഈവൺ നമ്പർ. അതായത് അവിടെ എന്തോ എക്സിബിറ്റ് ചെയ്യുന്നില്ല, റൂട്ട് ലോക്കസ് എക്സിബിറ്റ് ചെയ്യുന്നില്ല. സോ ഈ സ്ഥലത്ത് എന്തില്ല, രണ്ടും ഈവൺ നമ്പറാണ്. അതുകൊണ്ട് എന്തില്ല, റൂട്ട് ലോക്കസ് ഇല്ല. ക്ലിയർ? സോ നോ റൂട്ട് ലോക്കസ് എക്സിസ്റ്റ്. റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാം.
ഓക്കെ. പക്ഷേ നമ്മളത് അങ്ങനെ നിർത്താൻ പാടില്ല, നമ്മൾ ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്സ് ഒക്കെ കാണണം. ഓക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇവിടെ ഈ സ്ഥലത്ത് എവിടെ റൂട്ട് ലോക്കസ് എക്സിബിറ്റ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ റൂട്ട് ലോക്കസ് ഉണ്ടാവും. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്സ് കാണാം. θ1 എന്താണ്? 2 × 0 + 1/4 × 180, you will be getting 45. അടുത്ത θ2 = 2 × 1 + 1/4 × 180, you will be getting 135. You will be getting θ3 as 225, θ4 as 315. 4 അസിംപ്റ്റോട്ടുകൾ കിട്ടും. കാരണം എത്രയാ? p - z = 4 അല്ലേ? അപ്പോൾ നമുക്ക് 4 അസിംപ്റ്റോട്ടുകൾ കിട്ടും അല്ലേ? അപ്പോൾ 4 അസിംപ്റ്റോട്ടിൻ്റെ സെൻട്രോയിഡോ? സെൻട്രോയിഡ് സം ഓഫ് പോൾസ് ഒക്കെ എത്രയാണ്? -1. 4 പ്രാവശ്യം -1 -1 -1. സീറോസ് ഉണ്ടോ? ഇല്ല. ഡിവൈഡഡ് ബൈ എത്ര? 4. അപ്പോൾ -4/4 സെൻട്രോയിഡ് -1. അപ്പോൾ അതായത് സെൻട്രോയിഡ് എവിടെയാണ്? -1. ഓക്കെ. നേരത്തെ ഇക്വേഷനിൽ അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കി. എന്താണ്? നിങ്ങളുടെ സെൻട്രോയിഡും നമ്മളെ ബ്രേക്ക് പോയിന്റ് 1 ആയിരുന്നു. ശരിയല്ലേ? സെൻട്രോയിഡും ബ്രേക്ക് പോയിന്റും എന്തായിരുന്നു? 1 ആയിരുന്നു. ഈ സെൻട്രോയിഡും ബ്രേക്ക് പോയിന്റും 1 ആണെങ്കിൽ അല്ലെങ്കിൽ കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ബ്രാഞ്ചും അസിംപ്റ്റോട്ടിലാണ് ലീവ് ചെയ്യുക. അതെപ്പോഴും ഓർത്ത് വയ്ക്കുക. ഓക്കെ. ഇഫ് യുവർ സെൻട്രോയിഡ് പിന്നെ വേറെ ചിന്തിക്കാനൊന്നുമില്ല. നമുക്ക് വേറെ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അത് നേരത്തെ അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. നമുക്ക് അസിംപ്റ്റോട്ട്സിൽ ലീവ് ചെയ്യാൻ പറ്റിയത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു പോയിന്റ് ഉണ്ടാവും. അത് വേറൊരു പോയിന്റ് വരുന്ന പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങൾക്ക് ഒരേ സ്ഥലത്ത് വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് നമുക്ക് ഒരേപോലെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ. അപ്പോൾ ഇഫ് സെൻട്രോയിഡ് ആൻഡ് ബ്രേക്ക് പോയിന്റ്, സെൻട്രോയിഡും ബ്രേക്ക് പോയിന്റും കോയിൻസൈഡ് ചെയ്താൽ then all the branches of root locus travels along the asymptotes. എല്ലാ ബ്രാഞ്ചുകളും അസിംപ്റ്റോട്ട്സിലെ എന്ത് ചെയ്യും? ട്രാവൽ ചെയ്യും. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ സെൻട്രോയിഡ് നിങ്ങൾക്ക് കിട്ടി. ഇനി നമുക്ക് കെ കണ്ടുപിടിക്കണം അല്ലേ? കെ അല്ല, കെയിലുള്ള എസ് കണ്ടുപിടിക്കണം. ഏതാണ് ബ്രേക്ക് പോയിന്റ് കണ്ടുപിടിക്കണം. ബ്രേക്ക് പോയിന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ബ്രേക്ക് പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 1 + k / s + 1 ⁴ = 0 എന്നുള്ള ഫോർമാറ്റിൽ എഴുതണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് k = -(s + 1 ⁴). അതായത് dk/ds എടുത്തു കഴിഞ്ഞാൽ you will be getting -4 × s + 1 ⁴. ഈ dk/ds 0ലേക്ക് ഇക്വേറ്റ് ചെയ്താൽ you will be getting again answer as s = -1. കാരണം -1 തന്നെയല്ലേ കിട്ടുള്ളൂ. അതായത് ഒരു ഓപ്പൺ ലൂപ്പ് പോളാണ്. ഓപ്പൺ ലൂപ്പ് പോൾ എപ്പോഴും റൂട്ട് ലോക്കസിൽ ലൈ ചെയ്യും. ഓക്കെ. അപ്പോൾ s = -1 കിട്ടി. ഇതാണ് നിങ്ങളുടെ എന്ത്? ബ്രേക്ക് പോയിന്റ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇത് s അല്ല, സെൻട്രോയിഡ് എത്ര തന്നെയാണ്? -1, ബ്രേക്ക് പോയിന്റ് -1. അതിൻ്റെ അർത്ഥം നിങ്ങൾ റൂട്ട് ലോക്കസ് വരക്കുവാണെങ്കിൽ സെൻട്രോയിഡും ബ്രേക്ക് പോയിന്റും ഒന്നായതുകൊണ്ട് അസിംപ്റ്റോട്ട്സിലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? നിങ്ങളുടെ ബ്രേക്ക് പോയിന്റിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ റൂട്ട് ലോക്കസ് ഉണ്ടാവുക. ശരിയല്ലേ? അപ്പോൾ റൂട്ട് ലോക്കസ് ലൈ ചെയ്യുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ അസിംപ്റ്റോട്ട്സ് വരക്കണം. അസിംപ്റ്റോട്ട്സിന് ഉള്ള ആംഗിളുകൾ ആദ്യം അറിയണം. ഏതൊക്കെ ആംഗിളുകളാണ്? 45, 135, 225, 315. ഇവിടെ 4 പോളുണ്ട്. അപ്പോൾ 4 പോളിൽ നിന്ന് ആംഗിൾ വരക്കുക. ഇതാണ് 45 ഡിഗ്രി. ഇതാണ് നിങ്ങളുടെ 135 ഡിഗ്രി. ഇതാണ് നിങ്ങളുടെ എത്ര ഡിഗ്രി? ഇതാണ് നിങ്ങളുടെ നേരെ ഓപ്പോസിറ്റ്. എത്ര? 225. പിന്നെ ഇതാണ് നിങ്ങളുടെ എന്ത്? വളഞ്ഞിട്ടല്ല, ഇത്തരത്തിൽ. ഇതാണ് നിങ്ങളുടെ ഏത് ഡിഗ്രി? 315 ഡിഗ്രി. അപ്പം 4 അസിംപ്റ്റോട്ട് വരച്ചു. അസിംപ്റ്റോട്ടിലെ തന്നെയാണ്. ഇതാണ് നിങ്ങളുടെ ബ്രേക്ക് പോയിന്റ്. ബ്രേക്ക് പോയിന്റും സെൻട്രോയിഡും 1 ആണ്, -1 ആണ്. അതുകൊണ്ട് ബ്രേക്ക് പോയിന്റിലെ ബ്രാഞ്ചുകൾ എവിടെ നിന്ന് എങ്ങോട്ട് ടെർമിനേറ്റ് ചെയ്യും? എത്ര ബ്രാഞ്ച് ടെർമിനേറ്റ് ചെയ്യണം? 4 ബ്രാഞ്ച് ടെർമിനേറ്റ് ചെയ്യണം. ആ 4 ബ്രാഞ്ചും എവിടെ നിന്ന്? ഈ ബ്രേക്ക് പോയിന്റിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്ത് പൊക്കോളും. അത് ഏതിലാണ് ടെർമിനേറ്റ് ചെയ്ത് പോവുക? അസിംപ്റ്റോട്ട്സിൽ തന്നെ ടെർമിനേറ്റ് പോവും. കാരണം സെൻട്രോയിഡും ബ്രേക്ക് പോയിന്റും 1 ആയിരുന്നു. ബ്രേക്ക് പോയിന്റ് സെൻട്രോയിഡ് 1 അല്ലെങ്കിൽ വേറെ പാത്ത് അവ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇത് രണ്ടും ഒന്നാവുന്ന കേസാണ്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ അസിംപ്റ്റോട്ട്സ് അല്ലെയാണ് ആ ബ്രാഞ്ചസ് എന്ത് ചെയ്യുന്നത്? ടെർമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ബ്രാഞ്ചസ് ടെർമിനേറ്റ് ചെയ്യാൻ നമ്മൾ ആരോ മാർക്ക് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യണം. സോ ദിസ് വിൽ ബി യുവർ ഗ്രാഫ്, അല്ലെങ്കിൽ ദിസ് വിൽ ബി യുവർ റൂട്ട് ലോക്കസ്.
ഓക്കെ, മനസ്സിലാക്കുക. സെൻട്രോയിഡും ബ്രേക്ക് പോയിന്റും ഒന്നായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ അസിംപ്റ്റോട്ട്സിലെ തന്നെ കിട്ടിയത്. ഇത് രണ്ടും ഡിഫറൻ്റ് ആണ്. ഈ -1 ഇതിന് പകരം -2 എന്നാണെങ്കിൽ നമ്മൾ -2 ബ്രേക്ക് പോയിന്റ് എടുത്തിട്ട് ഇവിടെ നിന്ന് അസിംപ്റ്റോട്ട്സ് എന്ത് ചെയ്യേണ്ടി വരക്കേണ്ടി വരും. അപ്പോൾ അസിംപ്റ്റോട്ട് അല്ല, റൂട്ട് ലോക്കസ് വരക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ അസിംപ്റ്റോട്ട് ഇങ്ങനെയാണ് കിടക്കുന്നത്. നമ്മൾ -2 വേറെ ഏതെങ്കിലും ഡയറക്ഷനിൽ എങ്ങനെയൊക്കെ വരക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ റൂട്ട് ലോക്കസിൻ്റെ കാര്യത്തിലുള്ള ബേസിക് ആയിട്ട് അറിയേണ്ട കുറേ പ്രിൻസിപ്പിളുകൾ. ഇനിയും 2-3 റൂള് ബാക്കിയുണ്ട്. പക്ഷേ ഇത്രയും സാധനങ്ങളിലാണ് കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരുന്നത്. ഇനിയും ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയ ഉണ്ട്. അത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. ഇനിയും 2-3 കാര്യങ്ങളും കൂടി ഉണ്ട് റൂട്ട് ലോക്കസിൻ്റെ പറയാം. അതുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലിയർ? അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.